Welcome my dear students to our next class of Management Theory and Practices. നമ്മളൊരു പുതിയ ക്ലാസ്സിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കേണ്ടതെന്ന് പറഞ്ഞത് ദാറ്റ് ഇസ് നമ്മുടെ മൊഡ്യൂൾ 3-ലെ സ്റ്റാഫിംഗ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് വരുന്നത് അല്ലേ. അപ്പോൾ അതിലെ സ്റ്റാഫിംഗ് പ്രോസസ്സിലെ ഓരോ സ്റ്റെപ്സുകളായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നിരുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ ഏകദേശം ഒരു 4 സ്റ്റെപ്സോളം, അതായത് നമ്മുടെ റിക്രൂട്ട്മെൻറ്റ് വരെയുള്ള സ്റ്റെപ്സുകളുടെ എക്സ്പ്ലനേഷൻ നമ്മുടെ കഴിഞ്ഞ 3 സ്റ്റെപ്പുകൾ, അതായത് ഫസ്റ്റ് ഈസ് മാൻ പവർ പ്ലാനിങ്, ദ സെക്കൻഡ് ഈസ് നമ്മുടെ ജോബ് അനാലിസിസ് ആൻഡ് ദ തേർഡ് ഈസ് റിക്രൂട്ട്മെൻറ്റ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ദാറ്റ് ഈസ് സിലക്ഷനും അല്ലേ, അതാണ് 4 എന്ന് പറഞ്ഞത്. സിലക്ഷനും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്തു. സിലക്ഷനിലെ സ്റ്റെപ്സാണ് ഇൻ ദ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ദ സിലക്ഷൻ പ്രോസസ് അഥവാ സിലക്ഷൻ പ്രൊസീജിയർ ആയിരുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു 9 സ്റ്റെപ്സാണ് അതിനകത്തുള്ളത്. ഐ തിങ്ക് ഐ ഹാവ് ഡിസ്കസ്ഡ്, അല്ലെങ്കിൽ വി ഹാവ് ഡിസ്കസ്ഡ് ഓൾമോസ്റ്റ് 8 പോയിൻറ്റ്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ ലാസ്റ്റ് നമ്മൾ പോയിൻറ്റ് പറയാതെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്യാം, അതിൽ കൂടി കടന്നു പോകാം. അപ്പോൾ അതിൽ ആദ്യം സ്റ്റെപ്സ് ഇൻ സിലക്ഷൻ പ്രോസസ്സിൽ പറഞ്ഞത് റിസീറ്റ് ആൻഡ് സ്ക്രൂട്ടണി ഓഫ് അപ്ലിക്കേഷൻ ഉണ്ട്, പ്രിലിമിനറി ഇൻ്റർവ്യൂ ഉണ്ട്, അത് കഴിഞ്ഞാൽ ബ്ലാങ്ക് ആപ്ലിക്കേഷൻ ഫോമിലേക്ക് വരും, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിലക്ഷൻ ടെസ്റ്റ് ഉണ്ട്, ദെൻ ദ ഫൈനൽ ഇൻ്റർവ്യൂ വരുന്നുണ്ട്, ദെൻ ആഫ്റ്റർ ദാറ്റ് ചെക്കിംഗ് ഓഫ് റെഫറൻസസ്, ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇഫ് ദർ ഈസ് എനി നീഡ് ഓഫ് ഫിസിക്കൽ ഓർ മെഡിക്കൽ എക്സാമിനേഷൻ ഇറ്റ് വിൽ ബി ഡൺ, ആൻഡ് ദ 8th സ്റ്റേജ് ഈസ് ഫൈനൽ സെലക്ഷൻ. ബൈ ദാറ്റ് വി ബിക്കം ആൻ എംപ്ലോയി ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഓർഗനൈസേഷൻ. ഇവിടെ വരെയാണ് നമ്മൾ നിർത്തിയത്. അപ്പോൾ നമ്മുടെ കയ്യിൽ അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടി. ഇനി നമുക്ക് ആ ഓഫീസിൽ ചെല്ലുക, അല്ലെങ്കിൽ ആ കമ്പനിയിൽ ചെല്ലുക, നമ്മൾ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഇനി അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടിയാണ് നമ്മുടെ സെലക്ഷൻ പ്രോസസ്സിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തുന്നത്. ദാറ്റ് ഈസ് ദ ലാസ്റ്റ് സ്റ്റേജ് ഇൻ സെലക്ഷൻ പ്രോസസ് ഈസ് പ്ലേസ്മെൻറ്റ് ആൻഡ് ഓറിയൻറ്റേഷൻ. അപ്പോൾ അവിടെ 2 ടോപ്പിക്കുകളായിട്ട് തന്നെ നമ്മൾ 2 ഹെഡിങ്ങുകളായിട്ട് തന്നെ നമ്മൾ പഠിക്കുകയാണ്. വാട്ട് ഈസ് പ്ലേസ്മെൻറ്റ് ആൻഡ് വാട്ട് ഈസ് ഓറിയൻറ്റേഷൻ. ഓറിയൻറ്റേഷനെ തന്നെയാണ് നമ്മൾ ഇൻഡക്ഷൻ എന്നും പറയും. മനസ്സിലാക്കി വയ്ക്കുക, ഇൻഡക്ഷൻ എന്നും പറയും. അപ്പോൾ അതിൻ്റെ 2 ഇതിൽ തന്നെ കാണണം. അതിൽ ഫൈനൽ സ്റ്റേജ് ഈസ് പ്ലേസ്മെൻറ്റ് ആൻഡ് ഓറിയൻറ്റേഷൻ ആണ്. അപ്പോൾ ഇവിടെ വാട്ട് ഈസ് പ്ലേസ്മെൻറ്റ് എന്നും വാട്ട് ഈസ് ഓറിയൻറ്റേഷനും ഇത് രണ്ടും നമുക്ക് അത് 2 സെപ്പറേറ്റ് ഹെഡിങ്ങുകളായിട്ട് തന്നെ പഠിക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫൈനൽ സ്റ്റെപ്പിൻ്റെ ദാറ്റ് ഈസ് നമ്മുടെ ആഫ്റ്റർ ദാറ്റ് ഈസ് ഫൈനൽ സിലക്ഷൻ നമ്മുടെ കഴിഞ്ഞു. ദെൻ വി കം ടു ദി ഫൈനൽ സ്റ്റേജ്, അല്ലെങ്കിൽ ഫൈനൽ ഫേസ് ഓഫ് സിലക്ഷൻ പ്രോസസ്, ദാറ്റ് ഈസ് ദ പ്ലേസ്മെൻറ്റ് ആൻഡ് ഓറിയൻറ്റേഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്നത് ദാറ്റ് ഈസ് വാട്ട് ഈസ് പ്ലേസ്മെൻറ്റ് എന്നുള്ളതാണ്. പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇറ്റ് മീൻസ് ദ പോസ്റ്റിംഗ് ഓഫ് ദി സിലക്റ്റഡ് കാൻഡിഡേറ്റ്സ്. അതാണ് പോസ്റ്റിംഗ് ഓഫ് ദി സിലക്റ്റഡ് കാൻഡിഡേറ്റ്സ് ടു ദ ജോബ് വേർ ഹി ഓർ ഷീ ഈസ് ടേക്കൺ. ആ ജോലിക്ക് വേണ്ടി അവരെ ഏത് ജോലിക്ക് വേണ്ടിയാണോ അവരെ തിരഞ്ഞെടുത്തിട്ടുള്ളത് ആ ഇതിലേക്ക് അവരെ പോസ്റ്റ് ചെയ്യുക, അതായത് അപ്പോയിൻമെൻറ്റ് നടത്തുക. ദാറ്റ് ഈസ് അവരെ അവിടെ കൊണ്ടുപോയി ഒരു സ്ഥലം ഇതൊക്കെ കാണിച്ചു കൊടുക്കുക. ദാറ്റ് ഈസ് അതാണ് പറയുന്നത്. ഇറ്റ് മീൻസ് ദ പോസ്റ്റിംഗ് ഓഫ് ദി സെലക്റ്റഡ് കാൻഡിഡേറ്റ് ടു ദ ജോബ് ഫോർ വിച്ച് ഹി ഓർ ഷീ ഈസ് സെലക്റ്റഡ്. ഓക്കെ, ദെൻ അതിൽ പറയുന്നത് അങ്ങനെ ഡിറ്റർമിനേഷൻ ഓഫ് എ സ്യൂട്ടബിൾ ജോബ് ഫോർ ദ വർക്കർ. ശ്രദ്ധിക്കുക കേട്ടോ, ഡിറ്റർമിനേഷൻ ഓഫ് എ സ്യൂട്ടബിൾ ജോബ് ഫോർ ദ വർക്കർ. വർക്കറിന് വേണ്ടി അനുയോജ്യമായിട്ടുള്ള ഒരു ജോലി അത് തീരുമാനിക്കലും, ആൻഡ് പ്രൊവൈഡിങ് റൈറ്റ് ടൈപ്പ് ഓഫ് വർക്ക് ഫോർ ദ ജോബ്. പിന്നെ എന്താണെന്നാണ് പറയണത്, ആ ജോബിന് പറ്റിയ ഒരു വർക്കറിന് എന്ത് ചെയ്യാണ്, ദാറ്റ് ഈസ് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് ഈസ് കോൾഡ് പ്ലേസ്മെൻറ്റ്. അപ്പോൾ ആ 2 തരത്തിലൊന്ന് ആലോചിച്ച് നോക്കുക. ഡിറ്റർമിനിങ് അല്ലെങ്കിൽ ഡിറ്റർമിനേഷൻ ഓഫ് എ സ്യൂട്ടബിൾ ജോബ് ഫോർ ദ വർക്ക്. ആ വർക്കറിന് ഉതകുന്ന ജോലി ഏതാണെന്ന് നമ്മൾ തപ്പുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ആ ജോലിക്ക് വേണ്ടി അത് ഒരു ഇതിൽ പറയുകയാണെങ്കിൽ അതും പ്ലേസ്മെൻ്റ് ആണ്. പിന്നെ എന്താണെന്നാണ് പറയണത്, ആ ജോലിക്ക് വേണ്ടി ഏറ്റവും ഉചിതമായിട്ടുള്ള ആളെ തന്നെ എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. അതിനെ നമുക്ക് എന്ത് വിളിക്കാം, വി ക്യാൻ കോൾ ഇറ്റ് ആസ് പ്ലേസ്മെൻറ്റ്. ഇനി പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഈസി ടാസ്ക് അല്ല എന്നാണ് പറയണത്. ഇറ്റ്സ് എ ലോങ് ടേം പ്രോസസ്സ്. അപ്പോൾ നമുക്കൊരാളെ, കാരണം നമ്മൾ ഏറ്റവും അനുയോജ്യമായ സ്ഥലത്താണല്ലേ, സ്യൂട്ടബിൾ പൊസിഷനിലാണ്, റൈറ്റ് വർക്കറിനെ റൈറ്റ് ജോബിലാണ് കൊണ്ടിരുത്തേണ്ടത്. അപ്പോൾ അത് ഒരിക്കലും ഒരു ഈസി ടാസ്ക് അല്ല. ഇറ്റ് ഈസ് എ ലോങ് ടേം പ്രോസസ്സ് എന്നാണ് പറയണത്. എന്നിട്ട് ഇതിൽ ഇങ്ങനെ പ്ലേസ്മെൻറ്റ് നടത്തിയാൽ തന്നെ യൂഷ്വലി ഒരു പ്രൊബേഷൻ പീരീഡിലേക്കാണ് നടത്തുക. അതായത് യൂഷ്വലി 1 ഇയർ ആയിരിക്കും, ഒരു 6 months to 1 year ആ ഒരു രീതിയിലായിരിക്കും പ്രൊബേഷൻ കാലാവധി എന്ന് പറയും. ചിലപ്പോൾ 1 വർഷത്തേക്കാൾ കൂടാം. അതുവരെ നമ്മുടെ ജോലി സ്ഥിരാവില്ല. അപ്പോൾ അതിനെയാണ് നമ്മൾ പ്രൊബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്ലേസ്മെൻറ്റിൽ നമ്മളത് ലോങ് ടേം പ്രോസസ്സാണ്. ഒരു 1 ഇയറിലേക്കോ 2 ഇയറിലേക്കോ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരു പ്രൊബേഷൻ പീരീഡിലേക്ക് നമ്മൾ, പ്രൊബേഷൻ എന്ന് പറയണമെങ്കിൽ സ്ഥിരമാക്കിയിട്ടുണ്ടാവില്ല നമുക്ക്. ആഫ്റ്റർ സക്സസ്ഫുള്ളി കംപ്ലീറ്റിംഗ് ദ പ്രൊബേഷൻ പീരീഡ്
ദ ഫൈനൽ അപ്പോയിൻമെൻറ്റ് വിൽ ബി, അങ്ങനെയാണ് അതിൻ്റെ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് എന്ത് ചെയ്യുന്നതാണ് പറയുന്നത്, ഈ പ്രൊബേഷൻ കാലാവധിയിൽ എന്താണെന്ന് ചെയ്യാന്നുണ്ടെങ്കിൽ പല പല ജോലികളിലും ഇവരെ മാറ്റി ഇരുത്തി നോക്കും. അതിൽ അപ്പോൾ അറിയാം ഏതിലാണ് അയാൾ ബെസ്റ്റ് സ്യൂട്ടബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്ലേസ്മെൻറ്റിൽ തന്നെ പ്രൊബേഷൻ പീരീഡ് ഉണ്ട്. പ്രൊബേഷൻ പീരീഡ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഒരു കുറച്ച് കാലം സ്ഥിരമാക്കാതെ വെക്കും. ആ സമയത്ത് പല ഓൾട്ടർനേറ്റീവ് ജോബ്സിലും ഇവരെ കൊണ്ട് എന്ത് ചെയ്യും, ജോലി എടുപ്പിക്കുന്നതാണ് പറയുന്നത്. ആൻഡ് ദെൻ ഹി വിൽ ബി ഗിവൻ പ്ലേസ്മെൻറ്റ് ടു ദ ജോബ് for which he or she is most suitable. അപ്പോൾ ആ ഒരു പ്രൊബേഷൻ കാലാവധി കഴിയുമ്പോഴേക്കും ഒരുവിധം ഇപ്പോൾ ബാങ്കിലൊക്കെ നമ്മൾ പ്രൊബേഷണറി ഓഫീസേഴ്സ് എന്ന് വിളിച്ചിട്ടില്ലേ, അപ്പോൾ അവരൊന്നും ഫിക്സഡ് അല്ല എന്നല്ല കേട്ടോ. പ്രൊബേഷൻ കാലാവധിയിൽ പറഞ്ഞ സ്ഥലത്ത് പോയിട്ട്, ഇപ്പോൾ ചിലപ്പോൾ ഒരു കുഗ്രാമമായിരിക്കാം, എവിടെയാണ് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് എന്ത് ചെയ്യണം, ജോലി ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് പ്രൊബേഷൻ കാലാവധി. നമുക്ക് ഒന്നും എതിർത്ത് പറയാൻ പറ്റില്ല. ആ ടേംസ് അനുസരിച്ചിട്ട് തന്നെയാണ് നമുക്ക് എന്ത് കിട്ടുക, അപ്പോയിൻമെൻറ്റ് കിട്ടുക. അപ്പോൾ പ്രൊബേഷൻ കാലാവധിയോട് കഴിയുന്നതോടുകൂടി നമുക്ക് അവർക്ക് യോജിച്ച അല്ലെങ്കിൽ അയാൾക്ക് യോജിച്ച ഏറ്റവും നല്ല ജോലിയിലേക്ക് അപ്പോയിൻമെൻറ്റ് നടത്താനായിട്ട്, അപ്പോയിൻമെൻറ്റ് അല്ല അയാളെ പ്ലേസ് ചെയ്യാനായിട്ട്, അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞു പ്ലേസ്മെൻറ്റ് നടത്താനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ വൈ വി ആർ ഗിവിങ് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻസ് ടു പ്ലേസ്മെൻറ്റ്. എന്താണ് പ്ലേസ്മെൻറ്റ് ഇത്രമാത്രം ഇമ്പോർട്ടൻറ്റ് അല്ലേ? സെലക്ഷൻ പ്രോസസ്സിൻ്റെ ഫൈനൽ സെലക്ഷനോട് വേണമെങ്കിൽ നമുക്ക് നിർത്താമായിരുന്നു, പക്ഷേ അതിലൊരു വലിയൊരു സ്റ്റെപ്പായിട്ട് തന്നെ പറയുന്നത്, ഫൈനൽ സ്റ്റെപ്പായിട്ട് പറയുന്നത് തന്നെ പ്ലേസ്മെൻറ്റ് എന്നാണ്. അതെന്താണ് പ്ലേസ്മെൻറ്റിൻ്റെ ഇത്ര വലിയ ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഈ പ്ലേസ്മെൻറ്റ് നടത്തുന്ന ആ ഒരു ഇതിലെ പ്രൊബേഷൻ കാലാവധി നമ്മൾ പറയില്ല, ആ സമയം കൊണ്ട് എംപ്ലോയിക്ക് എന്ത് കിട്ടുന്നതാണ് പറയുന്നത്. ഹി വിൽ ഓർ ഷീ വിൽ കം ടു നോ അബൌട്ട് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. കണ്ടോ, ആ പ്രൊബേഷൻ കാലാവധി കഴിയുമ്പോഴേക്കും അങ്ങനെ എന്ത് ചെയ്യാം, ഒരുവിധം ജോലികളിലൊക്കെ മാറി ഓരോരോ പ്ലേസിൽ ഇരുന്ന് കഴിയുമ്പോഴേക്കും ആ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ കിട്ടുന്നതാണ് പറയുന്നത്. പിന്നെ അതിൻ്റെ ഓപ്പറേഷൻസ് എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു പോകുന്നത്, അതുപോലെ തന്നെ എന്താണ് വാട്ട് ഈസ് ഓർഗനൈസേഷൻ എക്സ്പെക്റ്റിംഗ് ഫ്രം മീ, എന്നിൽ നിന്ന് എന്താണ് ഓർഗനൈസേഷൻ ആഗ്രഹിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പ്ലേസ്മെൻറ്റിൻ്റെ ഈ ഒരു സ്റ്റേജിൽ എന്ത് ചെയ്യാൻ പറ്റും, ദാറ്റ് ഈസ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാൻ പറ്റില്ല. ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് സ്റ്റേജ് ഇൻ സെലക്ഷൻ പ്രോസസ്സാണ്. അപ്പോൾ അതാണ് ഒരു റീസൺ. സെക്കൻഡ് റീസൺ എന്താണെന്നാണ് പറയുന്നത്, ഇറ്റ് ഹെൽപ്സ് ദ എംപ്ലോയി ടു ഡു ദ വർക്ക് വിത്ത് ഈസ് ആൻഡ് കോൺഫിഡൻസ്. അപ്പോൾ അതായത് ഒരു പ്രൊബേഷൻ കാലാവധിയല്ല, അപ്പോൾ ഒരു ചെറിയൊരു ട്രെയിനിങ് പോലെ തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്യാം, വളരെ ഈസി ആയിട്ട് പിന്നെ റൈറ്റ് പ്ലേസ്മെൻറ്റിലേക്ക് ചിലപ്പോൾ ചില പൊസിഷൻസിലൊക്കെ അയാൾ വെക്കുമ്പോൾ അയാൾക്ക് ഏറ്റവും നന്നായി തന്നെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ പ്ലേസ്മെൻറ്റിൻ്റെ വേറൊരു ഗുണം എന്ന് പറയുന്നത് എന്താണ്, വളരെ ഈസി ആയിട്ട് വളരെ കോൺഫിഡൻസ് ആയിട്ട് വർക്കർക്ക് എന്ത് ചെയ്യാൻ പറ്റും, എംപ്ലോയിക്ക് ജോലി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് പ്ലേസ്മെൻറ്റ്, അപ്പം അയാൾക്കറിയാം എനിക്ക് സ്യൂട്ടബിൾ അല്ല നോക്കിയിട്ടുണ്ടെങ്കിൽ എന്നെ മാറ്റും, ആ രീതിയിൽ അയാൾക്കൊരു കോൺഫിഡൻസ് ലെവലിൽ വർക്ക് ചെയ്യാനും വളരെ ഈസി ആയിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് റിമൂവ്സ് ചാൻസസ് ഓഫ് മിസ്ഫിറ്റ് ബിറ്റ്വീൻ ദി എംപ്ലോയി ആൻഡ് ദ ജോബ്. അതായത് എംപ്ലോയിയും ജോബും തമ്മിൽ ചിലപ്പോൾ നമ്മൾ ചില പ്ലേസിൽ കൊണ്ടിരുത്തുമ്പോൾ നമുക്ക് ആ ജോലിയായിട്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, യോജിക്കാൻ പറ്റില്ല. പക്ഷേ നമുക്കറിയാം നമ്മൾ പ്രൊബേഷൻ കാലാവധിയാണ്, കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, മാറ്റും എന്നറിയാം. അപ്പോൾ അത് ആലോചിക്കുമ്പോൾ തന്നെ അങ്ങനെ അപ്പോൾ അവനവന് ഉതകാത്തതിലാണെങ്കിൽ തോന്നും കുറച്ച് കഴിഞ്ഞാൽ എന്നെ ചേഞ്ച് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള മിസ്ഫിറ്റുകൾ, അപ്പോൾ ചേഞ്ച് ചെയ്യുന്ന അറിയാവുന്നതുകൊണ്ട് തന്നെ ഒരു ആ ജോലിയും ആ വർക്കറും തമ്മിലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു മിസ്ഫിറ്റ്, അതായത് ചേർച്ചയില്ലായ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനായിട്ട് പ്ലേസ്മെൻറ്റ് വളരെ, അല്ലാതെ സ്ഥിരമായിട്ട് ആയും തന്നെ അയാളെ ഒരു പ്ലേസിൽ കൊണ്ടിരുത്തല്ല, പല ജോബിൽ വെച്ച് നോക്കിയിട്ട് ഏറ്റവും സ്യൂട്ടബിളായിട്ട് അയാൾക്ക് ഏതാണ്, കമ്പനിക്ക് അയാൾ എവിടെയാണ് സ്യൂട്ടബിൾ എന്ന് തോന്നുന്നത് അവിടെയാണ് അയാളെ അപ്പോയിൻമെൻറ്റ്, ദാറ്റ് ഈസ് അയാളെ പ്ലേസ് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് എംപ്ലോയിയും വർക്കറും തമ്മിലുള്ള എന്താണ് മിസ്ഫിറ്റ്, മാച്ചില്ലാത്തത് അത് കറക്റ്റ് ചെയ്യാൻ, അത് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് ഇതൊക്കെ കോമൺ പോയിൻറ്റ്സുകളായിട്ട് എഴുതാം. പ്ലേസ്മെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, എംപ്ലോയിയുടെ മോട്ടിവേഷനും മൊറയിലും ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലേ. നല്ല തനിക്ക് യോജിച്ച സ്ഥലത്ത് കൊണ്ടിരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊതുവെ എന്താണ്, നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടും, നമുക്ക് കൂടുതൽ മോട്ടിവേറ്റഡ് ആവും, കാരണം നമുക്ക് ഇഷ്ടമുള്ള വർക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പ്ലേസ്മെൻറ്റ് ക്യാൻ ഇംപ്രൂവ് എംപ്ലോയി മോട്ടിവേഷൻ ആൻഡ് മൊറയിൽ എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഇറ്റ് റിഡ്യൂസസ് ലേബർ ആബ്സെൻറ്റിസം ആൻഡ് ടേൺ ഓവർ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ജോലിക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റ ദിവസം മുടങ്ങാതെ വരും ഇല്ലേ. നമുക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലമാണെങ്കിൽ നമ്മൾ പോകാൻ ആഗ്രഹിക്കില്ല, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്തെങ്കിലും ലീവ് എടുക്കും, അല്ലെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മൾ ഈ പ്രൊബേഷൻ കാലാവധി പോലും തീർക്കില്ല. അതിന് മുൻപ് തന്നെ ഒരു ട്രെയിനിങ് പീരീഡാണ് ഈ പ്രൊബേഷൻ എന്ന് പറയുന്നത്. അതിന് മുൻപ് തന്നെ ചിലപ്പോൾ നമ്മൾ ജോലി രാജിവെച്ച് പോകാം. അപ്പോൾ അങ്ങനെയുള്ള ഇതൊക്കെ കുറയ്ക്കാനായിട്ട് ഈ പ്ലേസ്മെൻറ്റ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1-1.5 കൊല്ലമൊക്കെ ഇങ്ങനെ ഓൾട്ടർനേറ്റീവ് ജോബ്സിലൊക്കെ വെച്ച് പോകുമ്പോൾ ഇഷ്ടമുള്ള അവനവന് താല്പര്യമുള്ളത് ഏതാണെന്ന് കമ്പനിക്കും മനസ്സിലാവും, കമ്പനിക്കും തോന്നും ഈ ഒരു വർക്കർ അല്ലെങ്കിൽ ഈ എംപ്ലോയി ഇതിനാണ് സ്യൂട്ടബിൾ എന്ന് തോന്നും. അപ്പോൾ ആ രീതിയിൽ ലേബർ ആബ്സെൻറ്റീസും
അതുപോലെ തന്നെ ടേൺ ഓവറും കുറയ്ക്കാനായിട്ട് പ്ലേസ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്, ഇത് പ്രൊമോട്ട്സ് കോപ്പറേഷൻ ആൻഡ് ടീം വർക്ക് എമംഗ് ദി എംപ്ലോയീസിൻ്റെ ഇടയിൽ ഒരു കോപ്പറേഷൻ, അതായത് എവിടെ ചെന്നാലും സഹകരണത്തോടു കൂടി തന്നെ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ ഒരു ഒറ്റ ടീമായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ചുറ്റുപാടിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്, പ്ലേസ്മെൻറ്റ് എംപ്ലോയീനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻസ് ഓഫ് പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ പ്ലേസ്മെൻറ്റ് ആൻഡ് ഓറിയൻറ്റേഷനിൽ പ്ലേസ്മെൻറ്റ് എന്താണ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അതിൻ്റെ രണ്ടാമത്തെ എടുത്ത് പഠിക്കുകയാണ്, ദാറ്റ് ഈസ് ഓറിയൻറ്റേഷൻ, ആൻഡ് അതർവൈസ് ഇറ്റ് ഈസ് കോൾഡ് ആസ് ഇൻഡക്ഷൻ എന്ന് പറയും. ഇതാണ് INDUCTION, ഇൻഡക്ഷൻ എന്ന് പറയും. ഇൻഡക്ഷൻ മീൻസ് ദ ടാസ്ക് ഓഫ് ഇൻട്രൊഡ്യൂസിങ് ആൻഡ് ഫെമിലറൈസിങ് ഓഫ് ദ ന്യൂ എൻട്രൻറ്റ് ടു ദ എൻ്റർപ്രൈസ്. ഒന്നുമില്ല, ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പുതിയ അന്തരീക്ഷത്തിലേക്കാണ് നമ്മൾ വരുന്നത് അല്ലേ, ആ പുതിയ അന്തരീക്ഷവുമായിട്ട് അയാളെ ഫെമിലറൈസ് ചെയ്യുക, പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്, ദാറ്റ് ഈസ് എന്ത് ചെയ്യുക എന്നാണ് പറയുന്നത്, അയാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അവിടെ പരിചയപ്പെടുത്തുക എന്ന് പറയുന്നതാണ് ദാറ്റ് ഈസ് ഇൻഡക്ഷൻ അഥവാ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് തീർത്തും ടോട്ടലി ഒട്ടും അറിയാത്തൊരു സ്ഥലത്തേക്കായിരിക്കും നമ്മൾ വന്നിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ആ സമയത്ത് നമുക്ക് ആകെ ഒരു പകപ്പ് തോന്നും അല്ലേ. അപ്പോൾ അതൊന്നും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് മേക്കിംഗ് ദ ന്യൂലി അപ്പോയിൻറ്റഡ് പേഴ്സൺ ഗെറ്റിംഗ് അക്വൈൻറ്റഡ് വിത്ത് ദി എൻ്റർപ്രൈസ്. എന്താണ് അക്വൈൻറ്റഡ് എന്ന് പറഞ്ഞാൽ പരിചിതമാക്കുക. പുതിയ വന്നിട്ടുള്ള ന്യൂ എൻട്രൻറ്റിനെ ആ എൻ്റർപ്രൈസുമായിട്ടൊന്ന് എന്ത് ചെയ്യാണ്, പരിചയപ്പെടുത്തുന്ന, അല്ലെങ്കിൽ അയാളെ ഒന്ന് അവിടെ എന്ത് ചെയ്യാണ്, അവിടേക്ക് അബ്സോർബ്ഡ് ആണ്, ഇങ്ങനെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇതെന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇൻഡക്ഷൻ അഥവാ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റേജിൽ തന്നെ എന്ത് ചെയ്യുന്നതാണ് പറയുന്നത്, ഈ ഓറിയൻറ്റേഷൻ ഇൻഡക്ഷൻ പീരീഡിൽ ഇപ്പോൾ വലിയ ഓഫീസൊക്കെ ആണെങ്കിൽ അയാൾ ആദ്യം ഒന്ന് ചുറ്റി ഒന്ന് നടത്തി കാണിച്ചു കൊടുക്കും. ഇന്നതാണ് നമ്മുടെ സ്ഥലം, ഇന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഇതാണ്, ഇന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ചുറ്റി, അതായത് ഒന്ന് പരിചിതമാക്കുക. ഇതിവിടെ ക്യാൻറ്റീൻ ഫെസിലിറ്റി ഉണ്ട്, ഇവിടെയാണ് നിങ്ങൾക്ക് പഞ്ച് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കുറച്ച് പുതിയതല്ലേ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടത്തുന്നതാണ് പറയണത്. എൻ്റർപ്രൈസിലെ ചില ആക്ടിവിറ്റീസൊക്കെ ഇതാണ് നമ്മുടെ യൂണിറ്റ്, ഇവിടെയാണ് കാര്യങ്ങൾ, ആ രീതിയിൽ മൊത്തം നമ്മുടെ എൻ്റർപ്രൈസിനൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുന്നതാണ് പറയണത്. അതിനൊപ്പം തന്നെ ജോബ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കും. അതായത് ഈ വർക്കർ എന്തൊക്കെയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ ജോബ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നു ഇതിൽ തന്നെ. പിന്നെ അദ്ദേഹത്തിന് എംപ്ലോയിക്കുള്ള അതോറിറ്റി എന്താണ്, അദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്, ആരാണ് അദ്ദേഹത്തിൻ്റെ സുപ്പീരിയർ, ആരായിരിക്കും ഇവരുടെ സബോർഡിനേറ്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു സ്റ്റേജിൽ നടക്കുന്നു. അതോടൊപ്പം തന്നെ ഓർഗനൈസേഷൻ്റെ റൂൾസുകൾ, പോളിസീസ്, പ്രൊസീജിയേഴ്സ്, റെഗുലേഷൻസ് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ടൊക്കെ അതിൻ്റെ ഒരു കോപ്പി എടുത്ത് വായിക്കാൻ കൊടുക്കും. നിങ്ങളത് വായിക്കൂ കേട്ടോ. ഇന്ന കാര്യങ്ങളാണ് നമ്മളുള്ള റൂൾസ്, ഇങ്ങനെയാണ് റെഗുലേഷൻസ്, ഇങ്ങനെയാണ് ഇന്ന പോളിസീസാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്, ഇന്ന പ്രൊസീജിയേഴ്സാണ് നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ വായിക്കാനായിട്ടൊരു കോപ്പി സപ്ലൈ ചെയ്യും. ഇതൊക്കെ എന്തിലാണ് ചെയ്യണത്, ദാറ്റ് ഈസ് ഇൻ ദിസ് ഇൻഡക്ഷൻ പ്രോസസ്സിലാണ് ചെയ്യണത്. മാത്രമല്ല ഫെല്ലോ എംപ്ലോയീസിനെയും പരിചയപ്പെടുത്തും ആ സ്റ്റേജിൽ തന്നെ. ഓക്കെ, ഇത് നിങ്ങളുടെ സുഹൃത്താണ് കേട്ടോ, ഇയാളാണ്, നാളെ തൊട്ട് നമുക്ക് പുതിയ അപ്പോയിൻമെൻറ്റ് വരുന്നതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ പിറ്റേ ദിവസം വരുമ്പോൾ അയാൾക്ക് ഒന്നും കൂടി ഫ്രീ ആയിട്ട് വരാനാണ് ഈ ഇൻഡക്ഷൻ സ്റ്റേജിൽ കൂടി കടന്നു പോകുന്നത്. അപ്പോൾ ഫെല്ലോ എംപ്ലോയീസിനൊക്കെ എന്ത് ചെയ്യുന്നതാണ് പറയുന്നത്, ദാറ്റ് ഈസ് പരിചയപ്പെടുത്തി കൊടുക്കും. ഈ ഒരു ഇൻഡക്ഷൻ സ്റ്റേജും കൂടിയും കഴിയുമ്പോൾ ഇറ്റ് വിൽ ഹെൽപ്പ് ദ എംപ്ലോയി ടു ക്വിക്ക്ലി അഡ്ജസ്റ്റ് ഹിംസെൽഫ് ടു ദ ന്യൂ എൻവയോൺമെൻറ്റ്. അപ്പോൾ ആ ഒരു പരിചയപ്പെടുത്തലും ആദ്യത്തെ ഒരു ചെറിയ ഇതൊക്കെ കഴിഞ്ഞാൽ കുറച്ച് റിലാക്സേഷൻ അല്ലെങ്കിൽ കുറച്ച് ടെൻഷൻ ഫ്രീ ആവും. അപ്പോൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ആ പുതിയ ചുറ്റുപാടുമായിട്ട് അല്ലെങ്കിൽ പുതിയ എൻവയോൺമെൻറ്റുമായിട്ട് പുതിയ എംപ്ലോയിക്ക് എന്ത് ചെയ്യാം, ന്യൂ എൻട്രൻറ്റിന് പെട്ടെന്ന് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു സ്റ്റേജ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സാണ് ദാറ്റ് ഈസ് ദ ഇൻഡക്ഷൻ അഥവാ ഓറിയൻറ്റേഷൻ. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ എന്താണ് വാട്ട് ഈസ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇന്ത്യ? അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നിങ്ങൾ വേറെ ഒബ്ജക്റ്റീവ്സ് പഠിക്കണമെന്നൊന്നുമില്ല, ഞാനിതിലെല്ലാം കുറേശ്ശെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ടെക്സ്റ്റിൽ നമുക്ക് പോയിന്റ് തന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇൻഡക്ഷൻ്റെ ഒബ്ജക്റ്റീവ്സ്. അതായത് ഇൻഡക്ഷൻ എന്തിനാണ് ഇൻഡക്ഷൻ നടത്തുന്നത്? ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, അവരെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, ടു മേക്ക് ദ എംപ്ലോയി ഫെമിലിയർ വിത്ത് ദ ന്യൂ ഓർഗനൈസേഷൻ, ഇറ്റ്സ് പീപ്പിൾ, പ്ലേസ് ആൻഡ് വർക്ക് എൻവയോൺമെൻറ്റ്. ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞെന്താണ്? പിന്നെന്താണെന്നാണ് പറയുന്നത്, ടു റിമൂവ് ദ ഇനീഷ്യൽ റിസർവേഷൻ ആൻഡ് ഷൈനേഴ്സ് ഓഫ് ന്യൂ എംപ്ലോയീസ് ടു മിങ്കിൾ വിത്ത് അതർ എംപ്ലോയീസ്. അല്ലേ, ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് വരുമ്പോൾ നമ്മളൊരു പുതിയ കോളേജിൽ ചേർന്ന് വന്നാൽ തന്നെ അങ്ങനെയല്ലേ, നിങ്ങൾക്ക് ആദ്യം നിങ്ങളുടെ കൂടെ പഠിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെയാണ്, അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ആരും ഇല്ലെങ്കിൽ ആദ്യത്തെ ദിവസം നമ്മൾ ആകെ ആരോടും മിണ്ടാതെയൊക്കെ ഇരിക്കും, കുറച്ച് ഷൈനസ് അല്ലേ, കുറച്ച് ഇങ്ങനെ ഒരു റിസർവ്ഡ് ആയിട്ട് നമ്മളിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ മാറ്റാനായിട്ട് ഇനീഷ്യലായിട്ടുണ്ടാകുന്ന തുടക്കത്തിലുണ്ടാകുന്ന അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റി എംപ്ലോയീസുമായിട്ട് മിങ്കിൾ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഇൻഡക്ഷൻ പ്രോസസ്സിൽ കൂടി കടന്നു പോകുന്നത്. പിന്നെ എന്താണ് നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, ടു ക്രിയേറ്റ് എ സെൻസ് ഓഫ് ബിലോങ്ങിങ് ടു ദ ഓർഗനൈസേഷൻ ആൻഡ് ആക്സെപ്റ്റ് ഇറ്റ്സ് കൾച്ചർ. പിന്നെ എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? അതായത് ഞാൻ ഈ ഓർഗനൈസേഷൻ്റെ ഒരു ഭാഗം തന്നെയാണ്, ബിലോങ്ങിങ്, ഞാൻ
ഞാൻ ഇവിടുത്തെ ഒരു ഭാഗം തന്നെയാണ്. ദാറ്റ് ഈസ് ടുഡേ ഓൺവേർഡ്സ് ഐ ആം എൻ എംപ്ലോയി ഓർ ഐ ആം എ പാർട്ട് ഓഫ് ദിസ് ഓർഗനൈസേഷൻ ഓർ ദിസ് എൻ്റർപ്രൈസ് എന്നൊരു ചിന്ത ആ പുതിയ ആൾക്ക് വരും. എന്നിട്ട് അതിൻ്റെ കൾച്ചർ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നതെന്ന് അറിയുമ്പോൾ ആ കൾച്ചർ എന്ത് ചെയ്യും, അത് അഡോപ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാനും ഈ എംപ്ലോയിനെ ഇൻഡക്ഷൻ പ്രോസസ്സിൽ കൂടി സഹായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പിന്നെന്താണ്, ടു എക്വിപ്പ് ദ ന്യൂ എംപ്ലോയീസ് മെൻ്റലി ആൻഡ് ഫിസിക്കലി ടു ഡു ദ ജോബ് വിത്തൗട്ട് എനി ഫിയർ ഓർ ടെൻഷൻ. അതായത് നമുക്ക് ആദ്യം വരുമ്പോൾ ആർക്കായാലും ഉണ്ടാവും. ഇപ്പോൾ ഏതൊരു ഓഫീസിൽ നിന്നും നമ്മൾ വർഷങ്ങളോളം എക്സ്പീരിയൻസ് കഴിഞ്ഞ് വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പോലും പുതിയൊരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ നമുക്ക് എന്താണ് കുറച്ച് ടെൻഷനും കുറച്ച് പേടിയൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അതൊന്ന് ഒഴിവാക്കുക. അതാണ് ഇൻഡക്ഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് മെൻ്റലി ആൻഡ് ഫിസിക്കലി നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും നമ്മൾ ആ ഒരു അന്തരീക്ഷത്തോട് എന്ത് ചെയ്യണം, നമുക്ക് പരിചയപ്പെടണം, പൊരുത്തപ്പെടണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻഡക്ഷൻ പ്രോസസ്സിൽ കൂടി കടന്നു പോകുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് പറയുന്നതാണ് ടു ഫെസിലിറ്റേറ്റ് പ്ലേസ്മെൻറ്റ് ഓർ ടു ഇൻട്രൊഡ്യൂസ് ദ എംപ്ലോയി ടു ദ ന്യൂ ജോബ്. ആ പുതിയ ജോബിലേക്ക് അവരെ പരിചയപ്പെടുത്തി കൊടുക്കുക. അതാണ് നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇന്നതാണ് താങ്കളുടെ പ്ലേസ്, ഇവിടെയാണ് താങ്കൾ ഇരിക്കേണ്ടത്, നിങ്ങളിവിടെയാണ് നിങ്ങളെ ഇരുന്ന് ജോലി ചെയ്യേണ്ട അന്തരീക്ഷം. എന്നിട്ട് അയാൾക്ക് ആ എംപ്ലോയിക്ക് അതെല്ലാം പറഞ്ഞു കൊടുക്കുക, ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് വൺ ഓഫ് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻഡക്ഷനാണ്. ക്ലിയർ? അപ്പോൾ ഇത്രയാണ്. ദാറ്റ് ഈസ് അതോടുകൂടി നമ്മുടെ എന്ത് കഴിഞ്ഞിട്ടുണ്ട്, ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് ഓൾ ദ സ്റ്റെപ്സ് ഹാവ് ബീൻ ഡിസ്കസ്ഡ്. ദാറ്റ് ഈസ് ഇൻ ദി ഇതിലുള്ളതാണ് സെലക്ഷൻ പ്രോസസ്. അപ്പോൾ 9 സ്റ്റെപ്സും ഇതോടുകൂടി നമ്മുടെ കഴിഞ്ഞു. ലാസ്റ്റ് സ്റ്റേജ് ആയിരുന്നു പ്ലേസ്മെൻറ്റ്. അപ്പോൾ വാട്ട് ഈസ് പ്ലേസ്മെൻറ്റ് എന്ന് പഠിക്കണം. വാട്ട് ഈസ് ഇൻഡക്ഷൻ, NB ആണ് ചോദിക്കാറുള്ള ചോദ്യമാണ് കേട്ടോ. ഇൻഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നുള്ളത് അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇഷ്ടമുള്ളതൊന്നും എഴുതി വയ്ക്കരുത്. ഇൻട്രൊഡ്യൂസിങ് ആൻഡ് ഫെമിലറൈസിങ് ദ ന്യൂ എൻട്രൻറ്റ് എന്ന് പറയാം. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ റെസ്പോൺസിബിലിറ്റീസ് പറഞ്ഞു കൊടുക്കുന്നു, ഡ്യൂട്ടീസ് പറഞ്ഞു കൊടുക്കുന്നു. ദാറ്റ് ഈസ് ന്യൂ എൻവയോൺമെൻറ്റുമായിട്ട് എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒരു വാക്ക് ചുറ്റുപാടും നടത്തിക്കുന്നു. എന്നിട്ട് ഗെറ്റിംഗ് അക്വൈൻറ്റഡ് അവിടെയുമായിട്ടൊന്ന് പരിചയപ്പെടുത്തുന്നു. റൂൾസും റെഗുലേഷൻസും കാര്യങ്ങളെല്ലാം വായിക്കാൻ കൊടുക്കുന്നു. ഇതൊക്കെയാണ് ഇതെന്ന് പറയുന്നത് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ അതോടെ നമ്മുടെ ദാറ്റ് ഈസ് നമ്മുടെ സിലക്ഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് കംപ്ലീറ്റ് ആയി. നമ്മുടെ സ്റ്റാഫിംഗ് പ്രോസസ്സിലെ 4ാമത്തേയും നമ്മുടെ കംപ്ലീറ്റഡ് ആയി. ഇനി 5th ദാറ്റ് ഈസ് പറയുന്നതാണ് 5th സ്റ്റേജ് പറയുന്നത് ഓറിയൻറ്റേഷൻ ആൻഡ് പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ അത് നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളിതിൻ്റെ ഒപ്പം തന്നെ എന്ത് ചെയ്ത് പഠിച്ച് പോന്നിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് റിലേറ്റീവ്സ് പറഞ്ഞിട്ടുള്ള സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെമ്യൂണറേഷൻ എന്നുള്ളതാണ്. റെമ്യൂണറേഷൻ അപ്പോൾ നമുക്ക് ഭയങ്കര ഡീറ്റെയിൽഡ് ഒന്നും പഠിക്കില്ല. റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ജോലിക്ക് അനുസരിച്ചിട്ടുള്ള ജോലിക്കനുസൃതമായിട്ടുള്ള വേതനം എന്നാണ് നമ്മൾ പറയുക അല്ലേ. ആസ് പെർ ഹിസ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഡ്യൂട്ടീസ് അനുസരിച്ചുള്ള സാലറി പാക്കേജ് വേണം. സ്റ്റെപ്സ് പറഞ്ഞപ്പോൾ അതിൽ 4ാമത്തെ ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അല്ലേ. അവിടെ നമ്മൾ 2 തരം ടെസ്റ്റ് പഠിച്ചിരുന്നു. ദാറ്റ് ഈസ് ഒന്നെന്തായിരുന്നു, പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരുന്നു, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. പ്രൊഫിഷ്യൻസീനെ നമ്മൾ തന്നെ അച്ചീവ്മെൻ്റ് എന്നും അതുപോലെ തന്നെ ഡെക്സ്റ്ററിറ്റി ടെസ്റ്റ് എന്നും പറഞ്ഞിരുന്നു. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളെ തന്നെ നമ്മൾ 4ആക്കി തിരിച്ചു. ദാറ്റ് ഈസ് IQ ഇൻ്റലിജൻസ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ്, പിന്നെ മൂവ്മെൻറ്റ് ടെസ്റ്റ്, ഇൻട്രസ്റ്റ് ടെസ്റ്റ്. അപ്പോൾ നമുക്കതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ തന്നിട്ടുണ്ട്. 5 മാർക്സിന് പ്രതീക്ഷിക്കാവുന്നൊരു ചോദ്യമാണ് സിലക്ഷൻ ടെസ്റ്റ് അഥവാ എംപ്ലോയ്മെൻറ്റ് ടെസ്റ്റ് എന്നും പറയും. സിലക്ഷൻ അഥവാ എംപ്ലോയ്മെൻറ്റ് ടെസ്റ്റ് എന്നും പറയും. ഇനി എന്താണ് വാട്ട് ഈസ് എ സിലക്ഷൻ ടെസ്റ്റ് എന്നുള്ളതാണ്. എ സിലക്ഷൻ ടെസ്റ്റ് മേ ബി ഡിഫൈൻഡ് ആസ് എൻ ഒബ്ജക്റ്റീവ് ആൻഡ് സ്റ്റാൻഡേർഡൈസ്ഡ് മീൻസ് ഓഫ് മെഷറിംഗ് എ പേഴ്സൺസ് എബിലിറ്റി, സ്കിൽസ്, ഇൻട്രസ്റ്റ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്. എന്താണ് ഒരു സിലക്ഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു എംപ്ലോയ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ കുറച്ച് സ്റ്റാൻഡേർഡൈസ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ സ്റ്റാൻഡേർഡൈസ് ചെയ്ത് വെക്കുന്ന കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സെറ്റ് ചെയ്ത് വെച്ചതുമായിട്ട് ഒരു വ്യക്തിയുടെ കഴിവുകൾ, അയാളുടെ താല്പര്യങ്ങൾ, അയാളുടെ എന്താണ് പറയുന്നത് പൊതുവേ എന്തിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയും, ഇതൊക്കെ മെഷർ ചെയ്യുക. അതാണ് അത് മെഷർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയണത്, ദാറ്റ് ഈസ് എ സിലക്ഷൻ ടെസ്റ്റ്. അപ്പോൾ അതങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക. ഇറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് ആൻ ഒബ്ജക്റ്റീവ് ആൻഡ് ദാറ്റ് ഈസ് ആൻഡ് സ്റ്റാൻഡർഡൈസ്ഡ് മീൻസ് ഓഫ് മെഷറിംഗ് എ പേഴ്സൺസ് എബിലിറ്റി, സ്കിൽസ്, ഇൻട്രസ്റ്റ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്. ഓക്കെ, ദ സെലക്ഷൻ ടെസ്റ്റ് സെലക്ഷൻ ടെസ്റ്റ് എപ്പോഴാണ് നടത്താമെന്നറിയൂ. അതായത് ഒരുപാട് കാൻഡിഡേറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനായിട്ട്, അപ്പോഴാണ് നമ്മൾ സെലക്ഷൻ ടെസ്റ്റിലേക്ക് ഇപ്പോൾ ഒരു 10 എംപ്ലോയീസ് ഒക്കെ അല്ലെങ്കിൽ 10 ആപ്ലിക്കൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ സെലക്ഷൻ ടെസ്റ്റിലേക്കൊന്നും പോവില്ല. കാരണം നമുക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ സെലക്ഷൻ ടെസ്റ്റ് എപ്പോഴും ചെയ്യുക എന്തിനാണെന്നുണ്ടെങ്കിൽ അപ്പോൾ മനസ്സിലാക്കി വെക്കുക, സെലക്ഷൻ ടെസ്റ്റ് എപ്പോഴും നടത്താം. ദാറ്റ് ഈസ് ടു ഷോർട്ട് ലിസ്റ്റ് റീസണബിൾ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് എന്നാണ് പറയുന്നത്. ഷോർട്ട് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറേ ആപ്ലിക്കൻസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്കൊന്ന് കുറയ്ക്കണം. അവരെല്ലാവരെയും നമുക്ക് വിളിച്ച് ഇൻ്റർവ്യൂ നടത്തി ജോലി കൊടുക്കാമെന്ന് പറയുന്നത് നടക്കണ കാര്യമല്ല. അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ എന്താണ്, ആപ്ലിക്കൻസിൻ്റെ എണ്ണം ഒന്ന് കുറയ്ക്കുക എന്നുള്ള രീതിയിലാണ് ഷോർട്ട് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ
കാൻഡിഡേറ്റ്സിനെ ഒന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനും, അതായത് മെയിൻ ലിസ്റ്റ് എന്നൊക്കെ കേട്ടില്ലേ നിങ്ങൾ, ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യാണ്, റൈറ്റ് എംപ്ലോയിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും സെലക്ട് ചെയ്യാനും അതിന് വേണ്ടിയിട്ടാണ് സിലക്ഷൻ ടെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ ദ മെയിൻ ഒബ്ജക്റ്റീവ് ബിഹൈൻഡ് ദ സിലക്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടു ഷോർട്ട് ലിസ്റ്റ് റീസണബിൾ നമ്പർ ഓഫ് ദി അപ്ലിക്കൻസ് ആൻഡ് ഫ്രം ദാറ്റ് ദ റൈറ്റ് കാൻഡിഡേറ്റ് ഈസ് ഐഡൻറ്റിഫൈഡ് ആൻഡ് സെലക്റ്റഡ്. തിരിച്ചറിഞ്ഞ് അവരെന്ത് ചെയ്യും, മനസ്സിലാക്കി അവരെ സെലക്ട് ചെയ്ത് തിരഞ്ഞെടുക്കും. അതാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ കുറേ സെലക്ഷൻ ടെസ്റ്റുകളുണ്ട്. അപ്പോൾ കുറേ പല തരത്തിലുള്ള എംപ്ലോയ്മെൻറ്റ് നമ്മൾ തന്നെ പറഞ്ഞില്ലേ, 4, 5, 6 നമ്മൾ പറയണം. പക്ഷേ ഒരു ഓർഗനൈസേഷനിൽ ഇതിൽ ഏതെങ്കിലും ഒരു ടെസ്റ്റുമ്മ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതൊന്നും ജനറൽ ആയിട്ട് മനസ്സിലാക്കി വയ്ക്കാം. അതിലിപ്പോൾ വേണമെങ്കിൽ നമുക്ക് പ്രൊഫഷൻസി ടെസ്റ്റ് മാത്രം നടത്തിയിട്ട് എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് മാത്രം നടത്തിയിട്ട്, അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് മാത്രം നടത്തിയിട്ടൊന്നും എംപ്ലോയീസ്, കാരണം ഓരോന്നിനും ഓരോ കാര്യങ്ങൾ അളക്കാനുള്ളതാണ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ടെസ്റ്റ് മാത്രം എടുത്താൽ ആ എംപ്ലോയിയുടെ ആകെ ആ ഒരു ക്രൈറ്റീരിയ മാത്രം അറിയാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ റൈറ്റ് കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യാനായിട്ട് ഒരു കോമ്പിനേഷൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ പല തരത്തിലുള്ള ടെസ്റ്റുകൾ തമ്മിലൊന്ന് പല ടൈപ്സ് ഓഫ് ടെസ്റ്റുകൾ യൂസ് ചെയ്താലേ വിചാരിച്ച പോലെ കറക്റ്റായിട്ടുള്ള അല്ലെങ്കിൽ റൈറ്റ് പേഴ്സണെ ആ ജോലിയിലേക്കുള്ള ദാറ്റ് ഈസ് കൃത്യമായ എബിലിറ്റിയും സ്കില്ലും ആപ്റ്റിറ്റ്യൂഡും ഇൻട്രസ്റ്റും മൂവ്മെൻറ്റും ഒക്കെയുള്ള ഒരു കാൻഡിഡേറ്റിനെ അല്ലെങ്കിൽ ഒരു എംപ്ലോയിനെ കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ടെസ്റ്റുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, ദാറ്റ് ഈസ് നമുക്ക് ഒരു എംപ്ലോയിനെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള തീരുമാനം, ഏത് ടെസ്റ്റാണ് വേണ്ടത്, ഏതൊക്കെ ടെസ്റ്റുകളാണ് നടത്തേണ്ടത് എന്നെല്ലാം തീരുമാനിക്കുന്നത് ദാറ്റ് ഈസ് ദി HR മാനേജറാണ്. ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലപ്പത്തിരിക്കുന്ന HR മാനേജറാണ് ഡിസൈൻ ദ ടൈപ്പ് ഓഫ് ടെസ്റ്റ് അക്കോർഡിംഗ് ടു ദ റിക്വയർമെൻറ്റ് ഓഫ് ദ ജോബ്. ആ ജോബിന് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അത് അളക്കാൻ പറ്റുന്ന ടെസ്റ്റുകൾ ഏതാണെന്നുള്ളത് ഡിസൈൻ ചെയ്യാറാന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ദി ഹ്യൂമൻ റിസോഴ്സ് മാനേജർ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അതിൽ നമ്മൾ ചില ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റുകൾ പഠിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള നമ്മുടെ ഇത് വന്നിട്ടില്ലേ, അതായത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. ദാറ്റ് ഈസ് സെക്കൻഡ് വൺ, ദാറ്റ് ഈസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ 4 കാറ്റഗറീസ്. ഏതൊക്കെയായിരുന്നു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ 4 കാറ്റഗറീസ് എന്ന് പറയുന്നത്? ഒന്ന് ഇൻ്റലിജൻസ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഇൻട്രസ്റ്റ് ടെസ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു മൂവ്മെൻറ്റ് ടെസ്റ്റ്. അത് ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, നമ്മൾ എത്ര ഭംഗിയായിട്ട് കാര്യങ്ങൾ ഓടിച്ചാടി നടന്നു നമ്മൾ ആ ആക്റ്റീവിൽ ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് അത് കൂടാതെ നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്താണെന്നും അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എന്താണെന്നും പഠിക്കാനായിട്ട് തന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം നമുക്ക് എന്താണ് വാട്ട് ഈസ് ഇൻ്റലിജൻസ് ടെസ്റ്റ്, അപ്പോൾ അത് മാത്രം എടുത്ത് ചോദിക്കാം, അല്ലെങ്കിൽ 5 മാർക്സിന് ചോദിക്കാം. ലെറ്റ് us ഡിസ്കസ് വാട്ട് ഈസ് ഇൻ്റലിജൻസ് ടെസ്റ്റ്. അപ്പോൾ ഇൻ്റലിജൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, ഒരു കാൻഡിഡേറ്റിനെ മെൻ്റൽ എബിലിറ്റീസ് അളക്കാനുള്ളതാണ്. ഇതിനുള്ളതാണ് മെൻ്റൽ എബിലിറ്റീസ് അറിയാനുള്ളതാണ്. അത് Intelligence is not a single trait of mind but the whole of traits like memory, reasoning, perception, communication, reaction to situation, courage, self-confidence, etc. അപ്പോൾ ഈ മെൻ്റൽ എബിലിറ്റി അളക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമല്ല ഇതിൽ കൂടി അളന്ന് കിട്ടുക. ആ ഒരു ഇൻ്റലിജൻസ് ടെസ്റ്റ് നടത്തിയാൽ എന്തൊക്കെ കാര്യങ്ങൾ അറിയാമെന്നാണ് പറയുന്നത്. അല്ലാണ്ട് ഒരാളുടെ മെൻ്റൽ എബിലിറ്റി അറിഞ്ഞു, മാനസികമായിട്ട് അയാൾ യോജിച്ചാണോ എന്ന് അറിയാം. അത് മാത്രമല്ല ഇൻ്റലിജൻസ് ടെസ്റ്റ് കൊണ്ട് അറിയാനായിട്ട് സാധിക്കും. എന്തൊക്കെ അറിയാമെന്നാണ് പറയുന്നത്? അയാൾക്ക് എത്രമാത്രം ഓർമ്മശക്തിയുണ്ട്, എത്രമാത്രം റീസണിങ്, ലോജിക്കലാണ് അയാൾ, എത്ര പെർസെപ്ഷൻ എന്താണ്, എങ്ങനെയാണ് അയാൾ കാര്യങ്ങൾ കാണുന്നത്, പെർസീവ് ചെയ്യണത് എങ്ങനെയാണ്, എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, എങ്ങനെയാണ് ഒരു സിറ്റുവേഷൻ വന്നാൽ അതിനോട് റിയാക്ട് ചെയ്യുന്നത്, എത്രമാത്രം കറേജ് ഉണ്ട്, എത്രമാത്രം സെൽഫ് കോൺഫിഡൻസ് ഉണ്ട്, ഈ വക കാര്യങ്ങളൊക്കെ ഈ ഇൻ്റലിജൻസ് ടെസ്റ്റ് വഴി എന്ത് ചെയ്യാൻ പറ്റും, അറിയാനായിട്ട് സാധിക്കുമെന്നാണ് പറയണത്. ഇത് സാധാരണയായിട്ട് ബാങ്കിങ് മേഖലകളിൽ, ഇൻഷുറൻസ് മേഖലകളിൽ, അപ്പോൾ ആ മേഖലകളിലുള്ള എംപ്ലോയീസിനെ സെലക്ട് ചെയ്യാനായിട്ടാണ് ഇൻ്റലിജൻസ് ടെസ്റ്റുകൾ യൂസ് ചെയ്യുക. അപ്പോൾ എല്ലാ ടെസ്റ്റുകളൊന്നും എല്ലാ ജോലികൾക്കും ആവശ്യമില്ല. ആ ജോബിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ടാണ് ഏത് ടൈപ്പ് ഓഫ് ടെസ്റ്റുകൾ വേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ കോമ്പിനേഷൻ ഓഫ് ടെസ്റ്റുകൾ വേണ്ടതെന്നുള്ളത് ആര് തീരുമാനിക്കുക? HR മാനേജർ തീരുമാനിക്കുക. ഇൻ്റലിജൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ രീതിക്ക് ബാങ്കിങ്, പേഴ്സണൽ, അതുപോലെ തന്നെ ഇൻഷുറൻസ് മേഖലയിലൊക്കെയാണ് ഇൻ്റലിജൻസ് ടെസ്റ്റ് നടത്തുക എന്നുള്ളതാണ്. ഓക്കെ, അല്ല രണ്ടാമത് പറയുന്ന ടെസ്റ്റാണ് വാട്ട് ഈസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. എന്താണ് വാട്ട് ഈസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നാണ് പറയുന്നത്. ഇത് എന്താണ്? ദീസ് ടെസ്റ്റ് ആർ യൂസ് ടു മെഷർ ദി കാൻഡിഡേറ്റ്സ് എബിലിറ്റി ടു
അപ്ലൈ പെർട്ടിക്കുലർ സ്കിൽ. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്കില്ല് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവില്ല. ഇപ്പം നിങ്ങൾ എങ്ങനെയാണ് ഒരു ജേർണൽ എൻട്രി എഴുതേണ്ടത്, എങ്ങനെ ഒരു ക്യാഷ് ബുക്ക് എഴുതണം, ഡേ ബുക്കിലേക്ക് എങ്ങനെ ഇതാക്കണം, എങ്ങനെ പോസ്റ്റ് ചെയ്യണം, എങ്ങനെ ട്രയൽ ബാലൻസ്, ഇതൊക്കെ നമ്മൾ തിയറട്ടിക്കലായിട്ട് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മളൊരു നിങ്ങൾ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു അക്കൗണ്ടൻ്റെ കീഴിലോ അല്ലെങ്കിൽ ഒരു ചാർട്ട് അക്കൗണ്ടിൻ്റെ കീഴിലോ ട്രെയിനിങ് ആയിട്ട് പോയിരുന്ന നമ്മൾ ഒറ്റയിരിപ്പിക്കുകയുള്ളൂ. കാരണം ടോട്ടലി ഡിഫറെൻ്റ് ആണ്. നമ്മൾ പഠിച്ച ടോട്ടലി ഡിഫറെൻ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഇതിലല്ല. പക്ഷെ നമുക്ക് ആക്ച്വലി ഈ സാധനങ്ങൾ കാണുമ്പോൾ നമ്മൾക്ക് ടെക്സ്റ്റ് ബുക്ക് റീഡ് ചെയ്തിട്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ, നമുക്കറിയില്ല. അപ്പോൾ അവിടെ നോക്കുക നമ്മളങ്ങനെ പഠിച്ച കാര്യങ്ങൾ എത്ര ഭംഗിയായി നമുക്ക്. അതുകൊണ്ടാണ് ഗവൺമെൻറ് ഇപ്പോൾ കൂടുതൽ വൊക്കേഷണൽ സ്ട്രീം ഓഫ് എഡ്യൂക്കേഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ബുക്ക് നോളജ് മാത്രം പോരാ, അതിനൊരു പ്രാക്ടിക്കൽ ട്രെയിനിങ് കൂടി ആവശ്യമെന്നുള്ള രീതിയിൽ. അപ്പോൾ അതാണ് പറയുന്നത്, നമ്മൾ ആ എക്വയർ ചെയ്ത സ്കില്ല് എത്രമാത്രം അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് എന്നറിയാനായിട്ട് നടത്തുന്ന ടെസ്റ്റുകളാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ഒരുവിധം ജോലികൾക്കെല്ലാം ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ നടത്താറുണ്ടെന്നാണ് പറയണത്. അതായത് ഒരുവിധം ജോലികൾക്കൊക്കെ എന്തൊരു സ്കില്ല് ആവശ്യമുണ്ടാകും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ക്ലർക്കിൻ്റെ ജോലികളാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ക്ലറിക്കൽ സ്കില്ലുകൾ ഉണ്ടാവും. ചിലപ്പോൾ അതിൻ്റെ കൂടെ ക്ലർക്കാകുമ്പോൾ കുറച്ച് മാത്തമാറ്റിക്കൽ സ്കില്ല് വേണം, അല്ലേ, കുറച്ച് ആഡ് ചെയ്യാനും കുറയ്ക്കാനും കൂട്ടാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ചിലപ്പോൾ മെക്കാനിക്കൽ, ഇപ്പോൾ ഒരു കുറച്ച് മെക്കാനിക്കലായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കഴിവുകൾ നമുക്ക് ഉണ്ടായിരിക്കും. പക്ഷെ അത് ആ പറഞ്ഞ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ദാറ്റ് ഈസ് വി വിൽ ബി ഏബിൾ ടു അപ്ലൈ ഇറ്റ്. അത് നോക്കുന്ന ടെസ്റ്റാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദിസ് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഇവാലുവേറ്റ്സ് ദ കാൻഡിഡേറ്റ്സ് എബിലിറ്റി ടു അബ്സോർബ് സ്കിൽസ് റിക്വയർഡ് ഫോർ എ പെർട്ടിക്കുലർ ജോബ്. ഒരു പെർട്ടിക്കുലർ ജോബിന് വേണ്ടിയിട്ടുള്ള സ്കിൽസ് എത്രമാത്രം അദ്ദേഹം അല്ലെങ്കിൽ ആ എംപ്ലോയി അബ്സോർബ് ചെയ്ത് അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് നോക്കുന്ന ടെസ്റ്റുകളാണ് എന്ത് പറയണത്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയണത്. എന്നിട്ട് നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ഓഫീസ് ക്ലർക്കിൻ്റെ എക്സാമ്പിളാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. നമ്മൾ പറയാം ഒരു ക്ലർക്ക്, പക്ഷേ ഒരു ക്ലർക്കിൻ്റേതായിട്ടുള്ള എന്തുണ്ട്, കുറേ പണികളുണ്ടായിരിക്കും. അപ്പോൾ ഒരു ക്ലർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം, കുറച്ച് ലെറ്റേഴ്സ് എഴുതാനുണ്ടാവും, ലെറ്റേഴ്സ് ഫോർവേഡ് ചെയ്യാനുണ്ടാവും. അപ്പോൾ കറക്റ്റായിട്ട് ഇംഗ്ലീഷിൽ ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യാൻ അറിയണം. ഇപ്പോൾ ആണെങ്കിൽ കമ്പ്യൂട്ടർ ആണെങ്കിൽ കമ്പ്യൂട്ടറിൽ അത് കറക്റ്റായി ടൈപ്പ് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ കണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ തിയറിറ്റിക്കലി പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ നമുക്ക് അത് അവിടെ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതുണ്ടോ എന്നറിയാനുള്ളതാണ് ഇതെന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. പക്ഷേ ഈ ടെസ്റ്റിനുള്ള ഏറ്റവും വലിയൊരു ഡീമെറിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇറ്റ് ഡസ് നോട്ട് മെഷർ ദി മോട്ടിവേഷണൽ ആസ്പെക്ട്സ് ഓഫ് ദി കാൻഡിഡേറ്റ്. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് ആ എംപ്ലോയി എത്രമാത്രം മോട്ടിവേറ്റഡ് ആണ് എന്നറിയാനായിട്ട്, അതായത് ഈ ജോലി ചെയ്യാൻ എത്രമാത്രം അയാൾ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം അയാൾക്ക് ആ ഒരു എന്താ പറയുക മോട്ടിവേഷനോട് കൂടി പ്രോത്സാഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ആത്മാർത്ഥതയോടുകൂടി അയാൾക്ക് അത് എത്രമാത്രം ചെയ്യാൻ പറ്റുന്ന ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വഴി അറിയാനായിട്ട് സാധിക്കില്ല. ഇയാൾക്ക് ഇന്ന കഴിവുകളുണ്ടെന്ന് അറിയാം, പക്ഷേ വെദർ ഹീ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ഇറ്റ് ഓർ വെദർ ഹീ ഈസ് മോട്ടിവേറ്റഡ് ബൈ ദിസ് ജോബ് എന്നുള്ളത് അറിയാനായിട്ട് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കൊണ്ട് സാധിക്കില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആർ യൂസ്ഡ് അലോങ് വിത്ത് അതർ ടെസ്റ്റ്. അപ്പോൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എപ്പോഴും എന്ത് ചെയ്യണം, മറ്റുള്ള ചില ടെസ്റ്റുകളുടെ കൂടെ തന്നെയാണ് അത് യൂസ് ചെയ്യേണ്ടത്. കാരണം അയാൾക്ക് ഇങ്ങനെ കഴിവുണ്ടെന്നറിയാം, വെദർ ഹീസ് റെഡി ടു അപ്ലൈ ഇറ്റ് എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഈ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അതായത് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും, പക്ഷേ അയാൾക്ക് അതിലൂടെ ഞാൻ പറഞ്ഞില്ലേ, ദാറ്റ് ഈസ് അത് താല്പര്യത്തോടു കൂടി തന്നെയാണോ അയാളത് ചെയ്യണമെന്നുള്ളത് അറിയാനായിട്ട് സാധിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ യൂഷ്വലി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ മറ്റുള്ള ടെസ്റ്റുകളായിട്ടുള്ള ഇൻ്റലിജൻറ്റ് ടെസ്റ്റുകളോ പേഴ്സണാലിറ്റി ടെസ്റ്റുകളുടെ ഒക്കെ കൂടെയാണ് എന്ത് ചെയ്യുക, അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കോമ്പിനേഷൻ ഓഫ് ടെസ്റ്റുകളാണ് നടത്തുക. അപ്പോൾ അതിൻ്റെ കൂടെയാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ നടത്തുക. അല്ലാണ്ട് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് മാത്രം നടത്തിയിട്ട് ഒരു സ്യൂട്ടബിൾ കാൻഡിഡേറ്റിനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ, നെക്സ്റ്റ് ടെസ്റ്റ് പറയുന്നതാണ് ദാറ്റ് ഈസ് പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നാണ് പറയണത്. പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് പറയില്ല, നമ്മൾ പറയില്ലേ എന്ത് പേഴ്സണാലിറ്റി അയാളെ കാണാം എന്നുള്ള രീതിയിൽ നമ്മൾ പറയട്ടോ, ബെസ്റ്റ് പേഴ്സണാലിറ്റി ആട്ടോ. പേഴ്സണാലിറ്റി മാറ്റേഴ്സ് കേട്ടോ. ഒരു ജോലിക്ക് ഉള്ള ഇൻ്റർവ്യൂവിൽ എന്ന് പറയുന്നത് എല്ലാവർക്കും അവനവൻ്റേതായ പേഴ്സണാലിറ്റി ഉണ്ടെന്നുള്ളതാണ്. അല്ലാണ്ട് നമ്മളുടെ ഭംഗിയും അതൊന്നും അല്ല പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. എല്ലാവർക്കും അവനേൻ്റേതായിട്ടുള്ളൊരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റി ഉണ്ടായിരിക്കും, അത് മനസ്സിലാക്കുക. ഇനി പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്തിനുള്ളതാണ്, ആർ അപ്ലൈ ടു മെഷർ ദി ട്രേറ്റ്സ് ഓഫ് കാൻഡിഡേറ്റ്. ട്രേറ്റ് എന്ന് പറഞ്ഞെങ്കിൽ ക്വാളിറ്റീസ് എന്നാണ്. ട്രേറ്റ്സ് മീനിങ്
ക്വാളിറ്റീസ്. ഒരു കാൻഡിഡേറ്റിൻ്റെ ക്വാളിറ്റീസ് അളക്കാനായിട്ടാണ് ഈ പേഴ്സണാലിറ്റി ടെസ്റ്റുകൾ യൂസ് ചെയ്യുക. എന്തൊക്കെയാണ് ആ ക്വാളിറ്റീസ് നോക്കുക? ഇമോഷണൽ ബാലൻസ്, അതായത് എത്രമാത്രം ഇമോഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇമോഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ സങ്കടം വരാം, കരച്ചിൽ വരാം, ദേഷ്യം വരാം, നിർവികാരമായിട്ട് വരിക, ഇതൊക്കെ നമ്മുടെ ഇമോഷൻസ് ആണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഇമോഷൻ ബാലൻസ് ആണോ? അതായത് എന്ത് കാര്യത്തിലും പെട്ടെന്ന് ദേഷ്യം വരുന്ന ആൾ, എന്ത് കണ്ടാലും വെറുതെ ചിരിക്കുന്ന വ്യക്തി, അവരെയൊന്നും അങ്ങനെയുള്ളവരൊന്നും ജോലിക്ക് ആപ്റ്റ് ആവില്ല. അപ്പോൾ അങ്ങനെയുള്ളത് അറിയാനാണ്. ടെമ്പർമെൻറ്റ്, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ദേഷ്യം, ടെമ്പർമെൻറ്റ്, മെച്യൂരിറ്റി, എത്രമാത്രം മെച്യൂർഡാണ് അയാൾ ആ ജോലി ചെയ്യാനായിട്ട്, ഇൻറ്റഗ്രിറ്റി, ദാറ്റ് മീൻസ് ക്വാളിറ്റി, എത്രമാത്രം ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള കപ്പാസിറ്റി അയാൾക്കുണ്ട്. ഇനി റിയാക്ഷൻ, ഒരു സിറ്റുവേഷൻ, ഒരു പെട്ടെന്നൊരു അപകടം നടന്നു, അങ്ങനെ എന്നുണ്ടെങ്കിൽ അയാൾ എങ്ങനെ ആ ഒരു സന്ദർഭത്തിൽ എന്ത് ചെയ്യും, റിയാക്ട് ചെയ്യും, അങ്ങനെയുള്ളത് അറിയാനായിട്ട്. ഇൻട്രോവേർഷൻ, എക്സ്ട്രോവേർഷൻ. ഇൻട്രോവേർഷൻ എന്ന് പറഞ്ഞാൽ ഉൾവലിയുന്ന ക്യാരക്ടേഴ്സുള്ള ചിലർ ഇൻട്രോവേർട്ട് എന്ന് പറയും, ചിലർ എക്സ്ട്രോവേർട്ട് ആയിരിക്കും. അതായത് കാണുന്ന എല്ലാവരോടും വർത്തമാനം പറഞ്ഞ് നടക്കും. അപ്പോൾ അത് രണ്ടിൻ്റേതായിട്ടുള്ള ദോഷങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടി നടത്തുന്ന ഒരു ടെസ്റ്റാണ് പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതായത് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? ഇമോഷണൽ പറഞ്ഞു, ടെമ്പർമെൻറ്റ് പറഞ്ഞു, മെച്യൂരിറ്റി പറഞ്ഞു, ഇൻറ്റഗ്രിറ്റി പറഞ്ഞു, റിയാക്ഷൻ ടു സിറ്റുവേഷൻ, ഇൻട്രോവേർഷൻ, എക്സ്ട്രോവേർഷൻ. ഇതിൻ്റെ എല്ലാം കൂടിയുള്ളൊരു ടോട്ടാലിറ്റിയാണ്. ഇതൊക്കെ കൂടേണ്ടതാണ് ഇതെന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ടെസ്റ്റ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പേഴ്സണാലിറ്റി ടെസ്റ്റിൽ കൂടി അറിയാനായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയണത്. എപ്പോഴും മനസ്സിലാക്കി വയ്ക്കുക, നമുക്ക് ജോലി കിട്ടാനുള്ളൊരു നമ്മുടെ ഒരു വൺ ഓഫ് ദി അഡ്വാൻറ്റേജ് തന്നെയാണ് നമ്മുടെ പേഴ്സണാലിറ്റി. ആ പേഴ്സണാലിറ്റി ഉണ്ടോ എന്ന് നോക്കിയിട്ട് തന്നെയായിരിക്കും. അപ്പോൾ എല്ലാത്തിനും കൂടെ ആ ഒരു വ്യക്തി നമ്മൾ പറയില്ലേ, കാണുന്നല്ല, ഇപ്പോൾ നമ്മൾ നല്ല കാണാൻ നല്ല ഒത്ത ഉയരം, ഒത്ത വണ്ണം ഒക്കെ അങ്ങനെ നമ്മൾ പറയില്ലേ. അപ്പോൾ അതെന്ന് വെച്ചിട്ട് നമുക്ക് അധികം പൊക്കമില്ല ജോലി കിട്ടില്ല, അധികം പൊക്കുണ്ട് ജോലി കിട്ടാതിരിക്കും, അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഈ പറയുന്ന നമുക്ക് ഇമോഷണൽ എത്ര, നമുക്ക് ടെമ്പർമെൻറ്റ് എന്താണ്, നമ്മൾ എത്രമാത്രം മെച്യൂർഡ്ലി ബിഹേവ് ചെയ്യുന്നു, ഹൗ വി ആർ റിയാക്ടിങ് ടു എ പെർട്ടിക്കുലർ സിറ്റുവേഷൻ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഒരാളുടെ പേഴ്സണാലിറ്റി എന്ന് ഡിറ്റർമിൻ ചെയ്യണത്. അപ്പോൾ പേഴ്സണാലിറ്റി നല്ലതായിരിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം അത് ഒരു ജോബ് കിട്ടുന്നതിൽ ഏറ്റവും വലിയ ഒരു സംഭവം തന്നെയാണ് പേഴ്സണാലിറ്റി എന്നാണ് പറയുന്നത്. ഇനി പേഴ്സണാലിറ്റി ടെസ്റ്റ് ചെയ്യാനായിട്ട് പല ടെക്നിക്സുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ഡീറ്റെയിൽ നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങളില്ല. എന്നാലും ജസ്റ്റ് ദാറ്റ് ഈസ് മെൻഷൻ ഇൻ യുവർ ടെക്സ്റ്റ് പറഞ്ഞു പോയിട്ടുണ്ട്. പേഴ്സണാലിറ്റി ടെസ്റ്റ് ചെയ്യാനുള്ള ചില ടെസ്റ്റുകളാണ് പ്രൊജക്റ്റീവ് ടെസ്റ്റ് എന്ന് പറയും, തിമാറ്റിക് അപ്രിസിയേഷൻ ടെസ്റ്റ്, TAT, തിമാറ്റിക് അപ്രിസിയേഷൻ ടെസ്റ്റ് എന്നൊക്കെ പറയും. അങ്ങനെയുള്ള ചില ടെസ്റ്റുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് ഒരാളുടെ പേഴ്സണാലിറ്റി എന്ത് ചെയ്യുക, ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ അതിൽ തിമാറ്റിക് അപ്രിസിയേഷൻ ടെസ്റ്റൊക്കെ ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റും കൂടിയാണ് കേട്ടോ. അപ്പോൾ അതിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഒരു കാൻഡിഡേറ്റ് ആയിട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യും, ഒരു പിക്ചർ കാണിച്ചു തരും. ഒരു പിക്ചർ കാണിച്ചു തന്നിട്ട് പറയും എന്നോട് ഇതിനെക്കുറിച്ചൊരു കഥ ബിൽഡ് ചെയ്യാൻ പറയും, ഒരു സ്റ്റോറി ബിൽഡ് ചെയ്യാനായിട്ട് പറയും. അപ്പോൾ ഞാൻ എങ്ങനെ ആ സ്റ്റോറി ബിൽഡ് ചെയ്തെടുക്കുന്നു അല്ലേ. അപ്പോൾ എൻ്റെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ചായിരിക്കും. ഞാൻ എല്ലാം പോസിറ്റീവ്ലി തിങ്ക് ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു പോസിറ്റീവ് വേയിൽ നല്ലൊരു കഥ, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, എനിക്ക് നെഗറ്റീവ് അല്ലെങ്കിൽ കുറച്ച് ഇതുള്ള ആളാണെങ്കിൽ ചിലപ്പോൾ ഞാൻ നെഗറ്റീവ് വേയിൽ ഞാൻ കഥ എന്ത് ചെയ്യും, ഫോം ചെയ്തെടുക്കും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമുക്ക് നമ്മുടെ ഒരാളുടെ പേഴ്സണാലിറ്റീനെ അളക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എനിവേ മനസ്സിലാക്കി വയ്ക്കുക, കാൻഡിഡേറ്റ്സിൻ്റെ പല ട്രെയ്റ്റ്സുകൾ, ക്വാളിറ്റീസ് മെഷർ ചെയ്യാനുള്ളൊരു ടെസ്റ്റാണ് പേഴ്സണാലിറ്റി ടെസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഈസ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്. അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ടെസ്റ്റ് എയിംഡ് അറ്റ് മെഷറിംഗ് ഹൗ മച്ച് നോളേജ് എ കാൻഡിഡേറ്റ് ഹാസ് ലേൺഡ് ഓർ സ്കിൽസ് അറ്റൈൻ. നമ്മൾ എത്രമാത്രം പഠിച്ചിട്ടുണ്ട്, എത്രമാത്രം കഴിവ് നമുക്ക് ഉണ്ട് എന്നറിയാനുള്ള ടെസ്റ്റാണ്. അതായത് നമ്മൾ അച്ചീവ് എന്ന് തന്നെ ആലോചിക്കുക, നമ്മൾ എത്രമാത്രം അച്ചീവ് ചെയ്തിട്ടുണ്ട്, അച്ചീവ് ചെയ്ത് എത്രയാണെന്ന് മെഷർ ചെയ്യാനുള്ള ടെസ്റ്റ് നമുക്ക് എന്ത് പറയാം, അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്. അങ്ങനെ എഴുതിയാലും ഒരു കുഴപ്പമില്ല. വാട്ട് വി ഹാവ് ഓൾറെഡി അച്ചീവ്ഡ് ഇത് മെഷർ ചെയ്യാനുള്ളതാണ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ HR മാനേജർക്ക് കൃത്യമായി, അപ്പോൾ ഇതിലൊക്കെ HR മാനേജർക്കാണ് കേട്ടോ വലിയ റോൾ എന്ന് പറയുന്നത്. HR മാനേജർക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും വെദർ ദ കാൻഡിഡേറ്റ് ക്യാൻ സക്സസ്ഫുള്ളി ക്യാരി ഔട്ട് എ ജോബ് ഓർ ഫംഗ്ഷൻ. അപ്പോൾ നമ്മുടെ ഈ ഒരു അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ HR മാനേജർക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും ഈ വ്യക്തിക്ക് ഈ ഒരു ജോലി ഏൽപ്പിച്ചാൽ അത് സക്സസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് HR മാനേജർ. അപ്പോൾ അതെങ്ങനെ HR മാനേജർ ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പഠിച്ചിട്ടുള്ളതാണ്, എങ്ങനെയാണ് അങ്ങനെ മെഷർ ചെയ്യേണ്ടതെന്നുള്ള അദ്ദേഹം പഠിച്ചിട്ടുള്ളത്. HR മാനേജർക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റിംഗ് ഇൻസ്ട്രുമെൻ്റ് എന്നാണ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ്സുമായിട്ട് നമ്മുടെ പെർഫോമൻസ് കമ്പയർ ചെയ്തുകൊണ്ട് വെദർ ഹി വിൽ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ദാറ്റ് ജോബ് ഓർ വർക്ക് എന്നുള്ളത് അറിയാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതായത് ഒരു എംപ്ലോയിയുടെ പൊട്ടൻഷ്യാലിറ്റി അറിയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു ടെസ്റ്റാണ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്.
ഓക്കെ. ഇനി നെക്സ്റ്റ് ടൈപ്പ് ടെസ്റ്റ് പറയുന്നതാണ് ഇൻട്രസ്റ്റ് ടെസ്റ്റ്. എന്താണ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ താല്പര്യം. അപ്പോൾ അതന്നെ ഇൻട്രസ്റ്റ് ടെസ്റ്റിൽ ചെയ്യുന്നത്. സംടൈംസ് ടെസ്റ്റ് ആർ കണ്ടക്റ്റഡ് ടു ഐഡൻറ്റിഫൈ ദ സ്പെസിഫിക് ഇൻട്രസ്റ്റ് ആൻഡ് ഓൺ ദി ബേസിസ് ഓഫ് സച്ച് ഇൻട്രസ്റ്റ് ജോബ്സ് ആർ അസൈൻഡ്. നമ്മുടെ നമുക്ക് താല്പര്യമുള്ള ചില കാര്യങ്ങളുണ്ടാവും അല്ലേ. ചിലപ്പോൾ ചിലവർക്ക് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ചിലർ ക്ലറിക്കൽ, അതായത് ഇരുന്ന് ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നല്ല ഇഷ്ടമുണ്ടായിരിക്കും. ചിലവർക്ക് കുറച്ച് പബ്ലിക് റിലേഷൻസുകളായിരിക്കും ഇഷ്ടം. ചിലർക്ക് മാർക്കറ്റിംഗ്, അതിനുള്ള സ്കില്ല്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ താല്പര്യങ്ങളുണ്ട്. അപ്പം ഈ ടെസ്റ്റ് നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ താല്പര്യം അനുസരിച്ച് ജോലി അസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ കൊടുത്താലുള്ള ബെനിഫിറ്റ് എന്താണ്? എപ്പോഴും എംപ്ലോയിക്ക് എന്തുണ്ടായിരിക്കും? ഒരു മോട്ടിവേഷൻ, ഒരു മൊറേലൊക്കെ എപ്പോഴും ബിൽഡ് ചെയ്തിരിക്കും. അത് ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യും? ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. ഓവറോൾ ലീഡ്സ് ടു ദി അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവിലേക്ക് അദ്ദേഹം വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്യും. എന്താണ്? അപ്പോൾ ഈ ഇൻട്രസ്റ്റ് ടെസ്റ്റിനകത്ത് നടത്തുന്ന ചില കാര്യങ്ങളാണ് വൊക്കേഷണൽ ടെസ്റ്റുകൾ നടത്തും. എന്താണ് വൊക്കേഷണൽ ടെസ്റ്റുകൾ? അത് വൊക്കേഷണൽ ആണെങ്കിൽ പ്രാക്ടിക്കൽ ടെസ്റ്റുകൾ. നമ്മൾ വൊക്കേഷണൽ +2 എന്നൊക്കെ നമ്മൾ പറയില്ല. അതായത് തിയറി പഠിപ്പിക്കുന്നതിന് കൂടെ അവർ എന്തെങ്കിലും ഒരു കൈവേലയും കൂടി പഠിപ്പിക്കും. അതാണ് വൊക്കേഷണൽ. അപ്പോൾ അതുപോലെയുള്ള ചില വൊക്കേഷണൽ ടെസ്റ്റുകൾ നടത്തി നോക്കും. ചില ക്ലറിക്കൽ ടെസ്റ്റുകൾ നടത്തും. ചില കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റുകളൊക്കെ നടത്തും. അതായത് കമ്പ്യൂട്ടറിൽ ഇദ്ദേഹത്തിന് നല്ല എഫിഷ്യൻ്റ് ആണോ, അല്ല ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യാനാണോ നല്ലത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫയലുകളൊക്കെ കൃത്യമായിട്ട് അടക്കി ഒതുക്കി വെക്കുന്ന അങ്ങനെയുള്ള സ്കില്ലുകളാണോ. അപ്പോൾ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ഇൻട്രസ്റ്റ് ടെസ്റ്റിൽ കൂടെ നടത്തുന്നതാണ് പറയണത്. ഈ റിസൾട്ട്സുകൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നതാണ് പറയണത്? ദ കാൻഡിഡേറ്റ്സ് ആപ്റ്റിറ്റ്യൂഡ് ടുവേർഡ്സ് എ പെർട്ടിക്കുലർ ജോബ് ക്യാൻ ബി അസർട്ടൈൻ. അതായത് ആ ജോലിയോട് ഈ വ്യക്തിക്ക് എത്രമാത്രം താല്പര്യമുണ്ട് എന്ന് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. അതറിഞ്ഞിട്ടുണ്ടെങ്കിൽ HR മാനേജർക്ക് വീണ്ടും ഞാൻ പറഞ്ഞില്ലേ, ഇതിലെല്ലാത്തിനും HR മാനേജർക്കാണ് ഏറ്റവും വലിയ റോള്. HR മാനേജർ ക്യാൻ ഫൈൻഡ് ഔട്ട് ദി ടൈപ്പ് ഓഫ് ദ ജോബ് ദ കാൻഡിഡേറ്റ് ഈസ് ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ. ആ കാൻഡിഡേറ്റിന് ഏറ്റവും ബെസ്റ്റ് സ്യൂട്ടഡ് ആയിട്ടുള്ള ജോലി ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ക്ലിയർ? അപ്പോൾ അതാണ് നമ്മുടെ ടെസ്റ്റ്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 5 ടെസ്റ്റുകൾ ഇൻ ഡീറ്റെയിൽ. അപ്പോൾ 5 മാർക്സിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 5 ടെസ്റ്റുകൾ എഴുതണം. കണ്ടോ? അപ്പോൾ ഓരോ ഇതിന് നിങ്ങൾക്ക് എന്ത് കിട്ടും? മാർക്ക് ഉണ്ടായിരിക്കും. അല്ല ഏതെങ്കിലും ഒരു ടെസ്റ്റ് മാത്രം എടുത്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്ത് പഠിക്കുക. അത് 2 മാർക്കിനെ അങ്ങനെ ചോദിക്കുള്ളൂ. അങ്ങനെ അപ്പോൾ ഏതൊക്കെയാണ്? ഇൻ്റലിജൻസ് ടെസ്റ്റ് പറഞ്ഞു, നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പറഞ്ഞു, പേഴ്സണാലിറ്റി ടെസ്റ്റ് പറഞ്ഞു, അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് പറഞ്ഞു, ആൻഡ് ഇൻട്രസ്റ്റ് ടെസ്റ്റ്. ഓക്കെ, കൺഫ്യൂഷനൊന്നും വരണ്ട. പതുക്കെ ഇരുന്ന് വായിച്ച് മനസ്സിലാക്കി എടുത്താൽ മതി. അപ്പോൾ ഇതോടുകൂടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ നമ്മുടെ സ്റ്റാഫിങ്ങിനകത്തുള്ള സെലക്ഷൻ പ്രോസസ്സ് നമ്മുടെ കഴിഞ്ഞു. ഇനി ഇത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റാഫിംഗ് പ്രോസസ്സിലെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. നെക്സ്റ്റ് സ്റ്റേജാണ്. അപ്പോൾ നിങ്ങൾ ആ സ്റ്റേജസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റിനകത്തുള്ള പേജ് നമ്പർ 111, 112 പേജ് നമ്പർ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം. അവിടെ കാണുന്ന 7th സ്റ്റെപ്പാണ് ദാറ്റ് ഈസ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. അതാണ് ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് വാട്ട് ഈസ് ട്രെയിനിങ് ഓർ ഡിഫൈൻ ട്രെയിനിങ്. ക്ലിയർ? വാട്ട് ഈസ് ഡെവലപ്മെൻറ്റ് വാട്ട് ഈസ് ഡെവലപ്മെൻറ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ചോദിക്കാറുള്ളൂ. അപ്പോൾ എന്താണ് ട്രെയിനിങ്? അപ്പോൾ അവിടെ കറക്റ്റായിട്ട് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ തന്നെയാണ് ഞാൻ പറഞ്ഞിരുന്നുള്ളൂ എന്താണ് ട്രെയിനിങ് എന്നുള്ളത്. എന്താണ് ട്രെയിൻ ചെയ്യുക? ടു ട്രെയിൻ മീൻസ് ടു ഇമ്പാർട്ട് ഇൻഫോർമേഷൻ ഓർ സ്കിൽ ത്രൂ ഇൻസ്ട്രക്ഷൻ ഓർ ഡ്രിൽ. എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട്, ഡ്രിൽ എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യിച്ചുകൊണ്ട്, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യിച്ചുകൊണ്ട് എന്തെങ്കിലും ഇൻഫോർമേഷനോ സ്കില്ലുകളോ കൊടുക്കുന്നതിനെ നമുക്ക് എന്ത് വിളിക്കാം? ട്രെയിനിങ് എന്ന് പറയും. അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുക എന്ന് പറയുക. അതാണ്, അല്ലെങ്കിൽ നമ്മൾ അയാളെ ആ ജോലിക്ക് ട്രെയിൻ ചെയ്യിപ്പിക്കുക എന്ന് പറയും. അതാണ് പറയുന്നത് ടു ട്രെയിൻ മീൻസ് ഇമ്പാർട്ട് ചെയ്യുന്നതാണ് കൊടുക്കുക. എന്താണ് കൊടുക്കേണ്ടത് ഇൻഫോർമേഷൻ ഓർ സ്കിൽ. എന്തെങ്കിലും ഒരു ഇൻഫോർമേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിവുകളോ കൊടുക്കുന്നു. അതെങ്ങനെ കൊടുക്കുന്നു? എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രാക്ടിക്കലി ചെയ്യാനായിട്ട് കൊടുത്തുകൊണ്ട് ഒരാളെ എന്ത് ചെയ്യുന്നതാണ്? അയാൾക്ക് ഇൻഫോർമേഷൻ കൊടുക്കുന്നതിനെ നമുക്ക് അയാളെ ട്രെയിൻ ചെയ്യിക്കുക എന്ന് പറയാമെന്നാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ മീൻസ് ഓഫ് ഇമ്പാർട്ടിങ് നോളജ്. ഒന്നും കൂടി നമ്മൾ അതിൻ്റെ ഡീപ്പിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ എന്താണ് ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ മീൻസ് ഓഫ് ഇമ്പാർട്ടിങ് നോളജ് ആൻഡ് സ്കിൽസ് നെസസറി ടു അണ്ടർടേക്ക് ദ റിക്വയർഡ് ജോബ് എഫിഷ്യൻ്റ്ലി. അല്ലെങ്കിൽ എന്ത് പറയാം? നമുക്ക് നമ്മുടെ ആ ജോബ് അല്ലെങ്കിൽ നമ്മുടെ ആ വർക്ക് ഭംഗിയായി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അയാൾക്ക് അതിനാവശ്യമുള്ള അറിവും അയാളുടെ സ്കില്ലും അതിനുള്ള കഴിവുകളും കാണിച്ചു കൊടുക്കുക അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നതിനെ നമുക്ക് എന്ത് വിളിക്കാം? ദാറ്റ് ഈസ് ട്രെയിനിങ് എന്ന് പറയാമെന്നാണ് പറയണത്. എന്തിനാണ്? ദാറ്റ് ഈസ് ടു അണ്ടർടേക്ക് ദ റിക്വയർഡ് ജോബ് എഫിഷ്യൻ്റ്ലി വിത്ത് എ വ്യൂ ടു ഡെവലപ്പിംഗ് ദ വർക്കർ ടു ഹിസ് ഫുൾ പൊട്ടൻഷ്യൽ. അപ്പോൾ അതിൻ്റെ പിന്നിൽ വേറെ ഉദ്ദേശം കൂടി ഉണ്ട്. വർക്കർ അയാളുടെ ഫുൾ കഴിവുകൾ പുറത്തെടുത്തുകൊണ്ട് ആ ജോലി ഭംഗിയായി ചെയ്യാം.
അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണത്, അതിന് വേണ്ടിയിട്ടുള്ള ആവശ്യമുള്ള അറിവുകൾ കൊടുക്കുക. അതിനാണ് ദാറ്റ് ഈസ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രെയിനിങ് എന്താണ്? ഇറ്റ് ഈസ് എ മീൻസ് ഓഫ് ഇമ്പാർട്ടിങ് നോളേജ് ആൻഡ് സ്കിൽസ് നെസസറി to undertake the required job efficiently. Clear? With a view to developing the worker, അല്ലെങ്കിൽ with a view to develop the worker എന്ന് മതിയിട്ട് അവിടെ develop the worker to his ഫുൾ പൊട്ടൻഷ്യൽ, അദ്ദേഹത്തിൻ്റെ മുഴുവൻ കഴിവുകളും യൂട്ടിലൈസ് ചെയ്തുകൊണ്ട്, ഭംഗിയായി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് എങ്ങനെ ആ ജോലി ഭംഗിയായിട്ട് ചെയ്യാമെന്നുള്ള അറിവ് പകർന്നു കൊടുക്കുന്നതിനെ നമുക്ക് എന്ത് പറയാം? വി ക്യാൻ കോൾ ഇറ്റ് ആസ് ട്രെയിനിങ് എന്ന് പറയാം. ക്ലിയർ? ഈ ട്രെയിനിങ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് പറയുന്നത്, അതൊരു ഓർഗനൈസ്ഡ് ആക്ടിവിറ്റി എന്നാണ്. വളരെ ഓർഗനൈസ്ഡ്, അല്ലാണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെയല്ല നമ്മൾ അവർക്ക് നോളേജ് കൊടുക്കുന്നത്. വളരെ ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് which is designed to create a change in the thinking and behavior of people. അതായത് ബൈ ഗിവിങ് ദം സം നോളേജ്, അല്ലേ? ട്രെയിനിങ്ങിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ചില കഴിവുകളും ചില അറിവുകളും അവർക്ക് കൊടുക്കുന്നു. അങ്ങനെ ആ അറിവുകൾ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുണ്ടാവും എന്നാണ് പറയുന്നത്, നമ്മുടെ ചിന്തകളിൽ അതുകൊണ്ട് ചില അല്ലേ പുതിയൊരു അറിവ് കിട്ടിയാൽ പിന്നെ നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനെയാണല്ലേ എന്ന് മനസ്സിലായി. ഇപ്പോൾ നിങ്ങൾക്ക് സിലബസിനെ കുറിച്ച് തരുമ്പോൾ ഓക്കെ ഇങ്ങനെയാണല്ലേ ഞങ്ങളുടെ ഫസ്റ്റ് സെം കടന്നു പോകേണ്ടത്, 2 സബ്ജക്റ്റ് പേപ്പറേ ഉള്ളൂ അല്ലേ. അപ്പോൾ നമ്മളത് പറഞ്ഞു തന്നപ്പോഴാണ് സെക്കൻഡ് സെം തേർഡ് സെം ആകുമ്പോൾ നമ്മൾ പറഞ്ഞു തരും നിങ്ങൾക്ക് ലാംഗ്വേജ് പഠിക്കാനില്ല എല്ലാ സബ്ജക്ട്സും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു അറിവ് അല്ലേ നിങ്ങൾ അതനുസരിച്ച് തിങ്ക് ചെയ്യുന്നു. അപ്പോൾ അതാണ് അതുകൊണ്ട് നമ്മുടെ ചിന്തകളിലും നമ്മുടെ പെരുമാറ്റങ്ങളിലും എന്തെങ്കിലും മാറ്റം വരുത്തുന്നതിന് വേണ്ടി ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് എന്തെന്ന് പറയുന്നത് ട്രെയിൻ. അപ്പോൾ ഞാൻ പറയുന്നത് ഇതാണ് ഏറ്റവും, ഞാൻ ഓരോരോ മീനിങ്ങൾ പറയുന്നുണ്ട്. ഏത് മീനിങ് ആണ് നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ എന്നുണ്ടെങ്കിൽ ആ ലൈൻ പഠിച്ചു വെക്കുക, ഒപ്പം ഡെഫിനേഷനും പഠിച്ചു വെക്കുക കേട്ടോ. It is an organized activity designed to create a change in the thinking and behavior of the people എന്നാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഒരു ഓർഗനൈസ്ഡ് ആക്ടിവിറ്റി എന്ന് പറയുന്ന പോലെ തന്നെ ട്രെയിനിങ് എപ്പോഴും നമ്മൾ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. കാരണം പുതിയ പുതിയ മാറ്റങ്ങൾ വരുമ്പോൾ പുതിയ പുതിയ അറിവുകൾ പുതിയ പുതിയ കഴിവുകൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരും. കാരണം ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുന്നു അല്ലേ. ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അത് എംപ്ലോയർക്കായാലും ശരി എംപ്ലോയിക്കായാലും ശരി, 2 കൂട്ടർക്കും ട്രെയിനിങ് ആവശ്യമാണ്. 2 കൂട്ടർക്കും വളരെ യൂസ്ഫുൾ എന്നാണ് പറയുന്നത്. ട്രെയിനിങ് ഈസ് നീഡഡ് ഫോർ ബോത്ത് ന്യൂ ആസ് വെൽ ആസ് ദ എക്സിസ്റ്റിംഗ് എംപ്ലോയി. പുതിയൊരു എംപ്ലോയിക്കായാലും ശരി എക്സിസ്റ്റിംഗ് എംപ്ലോയിനായാലും ശരി ട്രെയിനിങ് എന്ന് പറഞ്ഞത് ഇതാണ്, മസ്റ്റാണ്. പുതിയ എംപ്ലോയി വരുമ്പോൾ അവിടുത്തെ ജോലി മുഴുവൻ കാര്യങ്ങളും ആദ്യം തൊട്ട് പറഞ്ഞു കൊടുക്കുന്നു. പഴയ എംപ്ലോയീസിനാണെങ്കിൽ ടെക്നോളജിയിലെ അപ്ഗ്രേഡേഷൻസും പുതിയ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും, അതിനെക്കുറിച്ച് എന്ത് ചെയ്യുന്നു? ട്രെയിനിങ് കൊടുക്കുന്നു. അപ്പോൾ പഴയ എംപ്ലോയി ആയാലും പുതിയ എംപ്ലോയി ആയാലും ട്രെയിനിങ് എന്ന് പറയുന്നത് എന്താണ്? കണ്ടിന്യൂസ്ലി കൊടുക്കേണ്ട ഒരു സംഭവമാണ്. ക്ലിയർ? നമുക്കൊരു ഡെഫിനേഷൻ തന്നിട്ടുള്ള ഫ്ലിപ്പോ, എഡ്വിൻ ബി ഫ്ലിപ്പോൻ്റെ ഒരു ഡെഫിനേഷൻ തന്നിട്ടുണ്ട്. ട്രെയിനിങ് ഈസ് ദ ആക്ട് ഓഫ് ഇൻക്രീസിങ് ദ നോളേജ് ആൻഡ് സ്കിൽ എന്നാണ് പറയുന്നത്. എന്താണ്? ഒരു ആക്ട്. അതുവഴി എന്ത് ചെയ്യുന്നുണ്ട്? ഒരാളുടെ നോളേജും സ്കില്ലും ഇൻക്രീസ് ചെയ്യുന്നു. ആരുടെയാണ് ചെയ്യുന്നത്? ആരുടെ ആയിരിക്കും? എംപ്ലോയിയുടെ അല്ലേ. എംപ്ലോയിയുടെ നോളേജും സ്കില്ലും കൂട്ടുന്ന ഒരു ആക്റ്റാണ് എന്തെന്ന് പറയുന്നത് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഇനി എന്തിനാണ് ഈ നോളേജും സ്കില്ലും കൂട്ടുന്നത്? ഫോർ ഡൂയിങ് എ പെർട്ടിക്കുലർ ജോബ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ജോലി ചെയ്യാനായിട്ട് എംപ്ലോയിയുടെ അറിവും അതുപോലെ തന്നെ കഴിവും കൂട്ടുന്നതിനെയാണ് നമ്മൾ കൂട്ടുന്നതിന് വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രെയിനിങ്. അപ്പോൾ എന്താണ്? ട്രെയിനിങ് ഈസ് ദി ആക്ട് ഓഫ് ഇൻക്രീസിങ് ദ knowledge and skill of an employee for doing a particular job. Clear? അപ്പോൾ ഈ ഡെഫിനേഷൻ ഫ്ലിപ്പോൻ്റെ ഡെഫിനേഷൻ ഉണ്ട്, അത് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കാം. ഇനി ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പോൾ എന്താണ് വാട്ട് ഈസ് ഡെവലപ്മെൻറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്നും കൂടി പേഴ്സണലിയാണ്. അതായത് നമ്മൾ ട്രെയിനിങ് നമുക്ക് തരുമ്പോൾ ആ ട്രെയിനിങ് കറക്റ്റായിട്ട് നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്ത് നടക്കുന്നു? ആ ഒരു ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും ഡെവലപ്മെൻറ്റ് നടക്കുന്നു. അപ്പോൾ അതാണ് പറയുന്നത് ഡെവലപ്മെൻറ്റ് ഇൻവോൾവ്സ് ഗ്രോത്ത് ഓഫ് ആൻ എംപ്ലോയി ഇൻ ഓൾ റെസ്പെക്ട്സ്. ഡെവലപ്മെൻറ്റ് മീൻസ് എന്താണ്? അവിടെ ശ്രദ്ധിക്കുക കേട്ടോ. ട്രെയിനിങ് ആ ജോലിക്കാണ് നമുക്ക് ട്രെയിനിങ് തരുന്നത്. ആ ട്രെയിനിങ് കിട്ടിക്കഴിയുമ്പോൾ നമ്മളത് നമ്മുടെ തിങ്കിങ്ങിലും ബിഹേവിയറിലും മാറ്റം വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? നമ്മൾ സ്വയം ഒന്ന് എന്ത് ചെയ്യുന്നു? വളരുന്നു. അതാണ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ദ ഗ്രോത്ത് ഓഫ് എംപ്ലോയി ഇൻ ഓൾ റെസ്പെക്ട്സ് എന്നാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് എംപ്ലോയീസ് എക്വയർ സ്കിൽസ് ആൻഡ് നോളേജ് ടു പെർഫോം ദെയർ പ്രസൻറ്റ് ജോബ്സ് ആൻഡ് ഇൻക്രീസ് ദെയർ കേപ്പബിലിറ്റീസ് ഫോർ ആക്സെപ്റ്റിംഗ് ഹയർ പൊസിഷൻസ് ഇൻ ദ ഫ്യൂച്ചർ. എന്താണെന്നാണ് പറയണത്? ഇതൊരു ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് വഴി എന്ത് ചെയ്യുന്ന എംപ്ലോയീസ് കുറച്ച് അറിവ് അക്വയർ ചെയ്യുന്നു എന്നാണ് പറയണത്. എന്തിനു വേണ്ടി അറിവ് അക്വയർ ചെയ്യുന്നു? അയാളുടെ ഇപ്പോഴത്തെ ജോലി ഭംഗിയായി ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ പിന്നീട് ഒരു ഹയർ ലെവലിലേക്ക് പോവുകയാണെങ്കിൽ ആ ജോലിയും ഭംഗിയായിട്ട് ചെയ്യാനുള്ള അറിവ് നേടുന്ന
പ്രോസസ്സിനെ നമുക്ക് എന്ത് പറയാം അല്ലേ, നമുക്ക് സ്വയം ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടായാലേ നമുക്കൊരു പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അതിനെയാണ് നമ്മൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ സംഭവം ദാറ്റ് ഈസ് എപ്പോഴും ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആണ്, ഭാവിയിലേക്കാണ്. അതായത് എനിക്ക് പ്രൊമോഷൻ കിട്ടാം, ഞാൻ അടുത്തൊരു സ്റ്റേജിലേക്ക് കയറാം, അങ്ങനെയാണെങ്കിൽ ഐ ഹാവ് ടു ഡെവലപ്പ് മൈസെൽഫ് എന്ന തിങ്കിങ്ങിൽ നിന്നാണ് ഡെവലപ്മെൻറ്റ്. അല്ലാണ്ട് കുറേ ട്രെയിനിങ് കിട്ടി അത് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാതിരുന്നാൽ അവിടെ ഒരിക്കലും ഒരു എംപ്ലോയി ഡെവലപ്മെൻറ്റ് നടക്കുന്നില്ല. ക്ലിയർ? അപ്പോൾ എംപ്ലോയി ഈ ഡെവലപ്മെൻറ്റ് എന്ന് പറയണമെങ്കിൽ അത് ഫ്യൂച്ചർ ഓറിയൻറ്റഡ് എന്നാണ് പറയണത്. ഇതിൽ ഇപ്പോൾ നമുക്കൊന്ന് കൃത്യമായിട്ട് എടുത്ത് പറയുകയാണെങ്കിൽ ട്രെയിനിങ് എന്ന് പറയുന്നത് ജോബ് ഓറിയൻറ്റഡ് ആണ്. ആ ജോലിയിലേക്കാണ്, ആ ജോലി എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ളതാണ് ട്രെയിനിങ് വഴി നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അതേസമയം ഡെവലപ്മെൻറ്റ് വഴി എന്താണ്, ഒരു ഇൻഡിവിജ്വലാണ് വളരുന്നത്. അപ്പോൾ ഇൻഡിവിജ്വൽ വളരുമ്പോൾ അവിടെ എന്താണ്, ആ ഇൻഡിവിജ്വലിൻ്റെ കരിയർ ഡെവലപ്മെൻ്റ് ആണ് അവിടെ ഉണ്ടാകുന്നത്. മനസ്സിലാക്കുക, ഡെവലപ്മെൻറ്റിൽ അവിടെ ഒരു കരിയർ ബൗണ്ടാണ്, നമ്മുടെ കരിയർ എന്നുള്ളതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നതാണ്. അപ്പോൾ മനസ്സിലാക്കി വയ്ക്കുക, ട്രെയിനിങ് എന്നുള്ളത് ജോബ് ഓറിയൻറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഡെവലപ്മെൻറ്റ് എന്നുള്ളത് എന്താണെന്നാണ് പറയണത്, ഇറ്റ് ഈസ് കരിയർ ബൗണ്ട് എന്നാണ് പറയണത്. ഈ ഡെവലപ്മെൻറ്റ് വഴി എംപ്ലോയീസിന് എന്ത് കിട്ടുമെന്നാണ് പറയുന്നത്, എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് മുന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടുള്ള അതിനുള്ള സൊല്യൂഷൻസുകൾ കണ്ടെത്താൻ, പ്രോബ്ലം സോൾവിങ്ങിലേക്കും അതുപോലെ തന്നെ ചില ഡിസിഷൻ മേക്കിങ്ങിനും ഡെവലപ്മെൻറ്റ് വഴി, അത് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഒന്നുകൂടി മെച്യൂർഡായി നമ്മൾ നല്ല നല്ല ഡിസിഷൻസ് എടുക്കാനും അതുപോലെ തന്നെ പ്രോബ്ലം സോൾവ് ചെയ്യാനൊക്കെ ഡെവലപ്മെൻറ്റ് വഴി സാധിക്കും എന്നാണ് പറയണത്. അതുകൊണ്ട് എന്താണെന്നാണ് പറയുന്നത്, ഈ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് വർക്കേഴ്സിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ആർക്കായിരിക്കും, ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുമ്പോൾ അവിടെ ആരായിരിക്കും, മാനേജേഴ്സിനാണ്. അപ്പോൾ ഈ ഡെവലപ്മെൻറ്റ് കൂടുതൽ ആളുകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആർക്കാണെന്നാണ് പറയുന്നത്, ദാറ്റ് ഈസ് ടു ദി മാനേജേഴ്സ് ആൻഡ് എക്സിക്യൂട്ടീവ്സ്. അത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി വയ്ക്കുക. അതാണ് ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ പിന്നെ കുറച്ച് കാര്യങ്ങൾ കൂടി അതിനെക്കുറിച്ച് പറയാനുണ്ട്, പക്ഷേ എന്ത് ചെയ്യാം, നമുക്കിന്നിവിടെ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ദാറ്റ്സ് ഫോർ ടുഡേ. താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ് ഫോർ വാച്ചിങ് മൈ ക്ലാസ്. താങ്ക് യു.